നമുക്കതിന് പറ്റിയ ഒരു അന്തരീക്ഷം ദൈവകൃപയാൽ ലഭിച്ചു. ഈ പേരാവൂർ ഇടവകയുടെ സ്വത്തായ വളരെ മനോഹരമായ സ്റ്റേഡിയവും അതിനോടനുബന്ധമായി ഗവൺമെന്റിന്റെയും മറ്റ് ഇതര പഞ്ചായത്തുകളുടെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ഒക്കെ പ്രോത്സാഹനത്തോടുകൂടി നമുക്ക് ലഭ്യമായിട്ടുള്ള സൗകര്യം ഒക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള കരുത്തരായ യുവജനങ്ങൾ അവരെ എത്ര പ്രശംസിച്ചാലും അത് അധികമാവുകയില്ല. നാടിൻ്റെ വാഗ്ദാനങ്ങളായി തീരേണ്ട, നമ്മുടെ രാജ്യത്തിൻ്റെ സംരക്ഷകരാകേണ്ട, പൊതുപോരാളികളായി നിൽക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെ മനസ്സറിയുന്നവരാണ് അവർ. കാരണം അവരുടെ വലിയൊരു പ്രതീക്ഷ അവരുടെ കുടുംബത്തിന് മാത്രമല്ല, ഈ നാടിന് മാത്രമല്ല, ഈ പേരാവൂർ അതിലൊരു കയ്യൊപ്പുണ്ട്. അത് ബ്രിട്ടീഷ് സാറുടെയാണ് ലഭിക്കുന്നത് എന്നത് നമുക്ക് അഭിമാനകരമാണ്. ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. ഇവിടെ ഈ ബാനറിൽ നിങ്ങൾ കാണുന്നത് പോലെ കൊച്ചു മിടുക്കന്മാർ അവരുടെ ഇച്ഛാശക്തി കൊണ്ട് അവരുടെ പരിമിതമായ സൗകര്യങ്ങളെ അവർ ആനുകൂല്യമാക്കി മാറ്റിയതുകൊണ്ടാണ് അവർക്ക് മികച്ച നേട്ടം കൈവരിക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാം, ഗവൺമെന്റ് തലത്തിൽ ഒരു ജോലി ലഭിക്കുന്നതിന് വേണ്ടി എത്രയോ സമരങ്ങൾ നയിക്കുന്നു. റാങ്ക് ലിസ്റ്റ് പേര് വന്നിട്ടും അവർക്ക് കയറാനായിട്ട് കഴിയില്ല. നമുക്കറിയാം, ഗവൺമെന്റിന് എല്ലാവർക്കും PSC വഴി ജോലി എടുക്കാനും സാധിക്കില്ല. ഓരോ ഗവൺമെന്റിനും അതിൻ്റെതായ പരിമിതികളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളപ്പോഴാണ് യൂണിഫോം കാറ്റഗറിയിലേക്ക് നമ്മുടെ കുട്ടികൾ കടന്നു ചെല്ലേണ്ടതിൻ്റെ ആവശ്യകത നമുക്ക് വ്യക്തമാകുന്നത്. അതിലൂടെയാണ് നമ്മുടെ കേരള ഗവൺമെന്റിൻ്റെയും ഇന്ത്യ ഗവൺമെന്റിൻ്റെയും കീഴിലുള്ള ഒരുപാട് സംഘടനകൾ, ഞാൻ വീട്ടിൽ പറയുന്നില്ല, ഇവിടെ അതിനെക്കുറിച്ചൊക്കെ പറയില്ല എന്നുള്ളൂ. നിങ്ങൾക്കറിയാം, നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ അത്തരം കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ലഭ്യമാകുന്നതാണ്. ഞാൻ നമ്മുടെ പ്രോഗ്രാം ആരംഭിക്കുന്നതിന് മുമ്പ് നമുക്ക് എഴുന്നേറ്റുന്നത് ഒരു മൗന പ്രാർത്ഥന കുഴപ്പമില്ല, അല്ലാതെ എഴുന്നേറ്റുന്നത് രൂപപ്പെട്ടു വന്നൊരു ആശയമാണെങ്കിലും എല്ലാവരുടെയും പിന്തുണ അദ്ദേഹത്തിന് ലഭ്യമാകുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഈ നാടിൻ്റെ ഇവിടുത്തെ മാനേജ്മെൻറ്റിൻ്റെ ഇവിടെയുള്ള എല്ലാ ഗവൺമെൻറ് മിഷണറീസും, പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയൊക്കെ പിന്തുണ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ വ്യാപാര വ്യവസായിക സംഘടനകൾ, മറ്റ് സംഘടനകൾ, നല്ലവരായ നാട്ടുകാർ, എല്ലാവരുടെയും പിന്തുണ ഇതിനുണ്ട് മനസ്സുകൊണ്ട്. പക്ഷേ അവർ നേരിട്ട് സപ്പോർട്ട് ചെയ്യുന്നതാക്കി മനസ്സുകൊണ്ട് അവരുടെ ആശയങ്ങൾക്ക് അവരുടെ പിന്തുണ നൽകുന്നുണ്ട്. കാരണം ഒത്തിരിയേറെ കുഞ്ഞുങ്ങൾ നന്മയുള്ള മനസ്സുമായി അവരിവിടുന്ന് കടന്നു പോകുമ്പോൾ അവർ നല്ലൊരു ഡിസിപ്ലിനോട് കൂടിയിട്ടാണ് ഈ പരിശീലന കാലഘട്ടത്തിൽ ഇവിടെ നേടിയെടുക്കുന്നത്. അത് അവരുടെ കഴിവുകളെ പുറത്തു കൊണ്ടുവരികയാണ്. ഒരുപക്ഷെ SSLCയോ +2 ഒക്കെ കഴിഞ്ഞ് അല്ല ഡിഗ്രിയൊക്കെ പഠിക്കുന്ന കുട്ടികൾ ഇനി നാളെ എന്തായി തീരും എന്ന് അവർ സംശയിക്കുമ്പോൾ അവർക്കൊരു ഉത്തരമുണ്ട്. ആ ഉത്തരം നൽകുന്ന ഒരു സ്ഥാപനമായി അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനമായി നമ്മുടെ നാട്ടിൽ ഈ സംരംഭം വളർന്നിട്ടുണ്ട് എങ്കിൽ അതാണ് ഞാൻ പറഞ്ഞത്, അതൊരു കൂട്ടായ്മയുടെ വിജയമാണ്. ആ ഒരു സംരംഭത്തിൽ ഇന്ന് ഇവിടെ നിന്ന് ഈ സംരംഭത്തിൻ്റെ നേട്ടങ്ങൾ കൊയ്തെടുത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ സേവകരായി പോകുമ്പോൾ ഇവരെക്കുറിച്ച് നമുക്ക് അഭിമാനമുണ്ട്. അവരെ ആദരിക്കുന്ന ചടങ്ങാണ് നടക്കുക. ഈ ചടങ്ങിൽ ഇന്ന് അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ ബഹുമാന്യനായ കുട്ടേശൻ സാറാണ്. ഒരുപക്ഷെ നിങ്ങൾക്കറിയില്ലെങ്കിൽ അദ്ദേഹത്തെ അയൽക്കാരനാണ്. അദ്ദേഹം സർവീസ് ചെയ്യുന്ന കാലഘട്ടത്തിൽ തന്നെ വേറൊരു ഒരു പ്രവർത്തന ശൈലി തുടങ്ങിയായിരുന്നു. കൃത്യമായ അഭിപ്രായമുള്ള, അതുപോലെ തന്നെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ വളരെയേറെ കഴിവ് പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ഗവൺമെൻറ്റിൻ്റെ പ്രത്യേക പുരസ്കാരമൊക്കെ ആ കാലഘട്ടത്തിൽ അദ്ദേഹം നേടിയിട്ടുണ്ട്. പക്ഷേ തൻ്റെ റിട്ടയർമെൻറ്റിന് ശേഷം ഇനി എന്ത് എന്നൊരു ചോദ്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അദ്ദേഹം തൻ്റെ ഭാവനയിൽ കരുപിടിപ്പിച്ച ആ ഒരു സംരംഭത്തെ അദ്ദേഹം ഇന്നും മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അനേക ആയിരങ്ങൾ ഇതിൻ്റെ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. ഓരോ കുട്ടിയെയും അടുത്തറിഞ്ഞ് അവരുടെ പേര് വിളിച്ച് അവരെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന്
നാടിൻ്റെ മുഴുവൻ ഇനിയും ഒരുപാട് പ്രതീക്ഷ അദ്ദേഹത്തെക്കുറിച്ചുണ്ട്. അദ്ദേഹത്തിൻ്റെ സംരംഭങ്ങൾക്ക് എല്ലാ ഭാവങ്ങളും അർപ്പിച്ചുകൊണ്ട് ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി സാറിനെ സ്നേഹപൂർവ്വം. നമുക്കറിയാം, നമ്മുടെ ഏത് സംരംഭങ്ങൾക്കും പേരാവൂർ പഞ്ചായത്ത് നമ്മളോടൊപ്പമുണ്ട്. ആ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു സഹൃദയനാണ്. എല്ലാ സംരംഭങ്ങളോട് ചേർന്ന് എല്ലാവരെയും പ്രോത്സാഹിപ്പിച്ച് തനിക്ക് ഓടിയെത്താൻ കഴിയുന്ന മേഖലയിലില്ല, അത് അവധി ദിവസങ്ങളാണോ അല്ലെങ്കിൽ അതിന് സമയമോ ഒക്കെ നോക്കാറില്ല. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. നാട്ടിൽ ആരും വിളിച്ചാലും അവിടെ ജാതിയോ മതമോ അല്ലെങ്കിൽ രാഷ്ട്രീയ വേർതിരിവോ ഒന്നുമില്ലാതെ അദ്ദേഹം ഈ പഞ്ചായത്തിൻ്റെ പ്രഥമ പൗരനാണ് എന്നുള്ള ചിന്ത മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം നമ്മളോടൊപ്പം പ്രവർത്തിക്കുന്നത്. വളരെ കൃഷ്ണമായി കായിക വിനോദത്തോടുകൂടി തന്നെ ഈ പഞ്ചായത്തിനെ നയിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ വേണുഗോപാൽ സാറാണ് ഈ ഉദ്ഘാടനം ചെയ്തത്. സാറിനെ ആദരവോടുകൂടി ക്ഷണിക്കുന്നു. നമ്മുടെ ആർച്ച് പ്രീസ്റ്റ് അച്ഛനോട് എത്തേണ്ടതുകൊണ്ട് ചെലുത്തി കഴിയുമ്പോൾ സാറിന് ആശംസിക്കുന്നതാണ്. നമുക്കറിയാം, നമ്മുടെ ഈ നാടിൻ്റെ ഏത് സംരംഭത്തെയും ചേർത്ത് പിടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന പഞ്ചായത്ത് മെമ്പർമാർ നമുക്കുണ്ട് എന്നുള്ളതാണ് നമ്മുടെ വിജയം. അവിടെ ഞാൻ ഇവരെക്കുറിച്ച് കണ്ടിട്ടുള്ളത് രാഷ്ട്രീയ വേർതിരിവൊന്നും ഇല്ലാതെ നാടിൻ്റെ നന്മ മാത്രം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നവരാണ്. 3 പേർ എൻ്റെ സുഹൃത്തുക്കളാണ്. കാരണം അവർ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഒരു മെമ്പറുടെ പ്രത്യേകത എന്ന് പറയുന്നത്. കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഞാൻ വിളിച്ചാലത് പോകാം, ഞാൻ മെമ്പറാണ്, അതുകൊണ്ട് എന്നോട് പറഞ്ഞിട്ടില്ല, അതെനിക്ക് അറിയില്ല, അല്ലെങ്കിൽ അവർ ക്ഷണിച്ചില്ല, അങ്ങനെ ഒരു ചിന്തയൊന്നും വെച്ച് കൊടുക്കുന്നവരല്ല. ജനകീയമായി പ്രവർത്തിക്കുന്നത്, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് ഇവർ 3 പേര്. നമ്മുടെ 5, 6, 7, 8 വാർഡുകളിലെ പ്രതിനിധികളായിട്ടാണ് ഇവർ വന്നിട്ടുള്ളത്. ബഹുമാന്യനായ രാജു ജോസഫ് ഉണ്ട്. അദ്ദേഹത്തെ 8ാം വാർഡിൻ്റെ പ്രതിനിധിയാണ്. നമ്മുടെ നാടിൻ്റെ ഏത് സംരംഭങ്ങൾക്കും ഓടിയെത്തി ചുറ്റാൻ പിടിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് രാജു ജോസഫ്. ഏത് ആദരവോടുകൂടി അതുപോലെ തന്നെ 7ാം വാർഡിൻ്റെ പ്രതിനിധിയാണ് ശ്രീ ബാബുദേവി. ബാബുദേവി ടൗൺഷിപ്പിൻ്റെ ചേർന്ന് നിൽക്കുന്ന വ്യക്തിയാണ്. ഇവർ ഒക്കെ നമുക്ക് പ്രിയങ്കരനാണ്. നമ്മുടെ നാടിൻ്റെ പുരോഗതിക്ക് ചുറ്റാൻ പിടിക്കുന്നവരാണ്. ബാബുദേവി ഏറെ ആദരവോടുകൂടി അതുപോലെ നമ്മുടെ നൂറുകുട്ടി വിളിക്കുന്ന നൂറുകുട്ടി നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരനാണ്. അദ്ദേഹവും നാടിൻ്റെ പ്രവർത്തനത്തിൽ പ്രവർത്തിക്കുന്നു. അദ്ദേഹത്തെയും ഏറെ ആളുകളോട് സ്വാഗതം ചെയ്യുക. ഇവിടെ അങ്ങേയറ്റത്തിരിക്കുന്ന പുഞ്ചിരിയോടുകൂടിയിരിക്കുന്ന വ്യക്തിയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ നാടിൻ്റെ സ്വന്തമാണ്. ഞങ്ങളൊക്കെ കുട്ടേട്ടനെന്ന് വിളിക്കുന്ന രാമചന്ദ്രൻ. ഈ പ്രദേശത്തുള്ള എല്ലാവർക്കും സമീപസ്ഥനാണ് അദ്ദേഹം. കാരണം നമ്മുടെ ഈ നാടിൻ്റെ ഒരു കാരണവരാണ്. പ്രായം നല്ലതുകൊണ്ട് അത് നരച്ചതുകൊണ്ടൊന്നും വലിയ പ്രായമായി എഴുതേണ്ടതില്ല. എല്ലാവരുടെയും സുഹൃത്താണ് അദ്ദേഹം. ആരെ കണ്ടാലും ഒരു പുഞ്ചിരിയോടുകൂടി അവരെ പേര് വിളിച്ച് ഒരു സൗഹൃദത്തിൻ്റെ നല്ല വ്യക്തിത്വത്തിൻ്റെ ഒരു ഉടമയാണ്. ഈ പേരാവൂരിൻ്റെ ഏത് സംരംഭങ്ങളുടെയും പേര് പറയുന്നത് ആദ്യം വരുന്നത് അദ്ദേഹത്തിൻ്റെ പേരാണെന്ന് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം വ്യാപാര വ്യവസായികൾക്ക് പറയാൻ ഇപ്പോൾ ആ ഒരു മേഖലയ്ക്ക് ഒരുപാട് കഷ്ടതകളും ദുരിതങ്ങളൊക്കെ അനുഭവിക്കുന്ന ഒരു കാലമാണ്. കച്ചവടം അവരെയൊക്കെ ചേർത്ത് പിടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നല്ല സംരംഭകർ എന്ന നിലയിലാണ്. അദ്ദേഹം നല്ലൊരു സംസ്കാരമാണ്, ഒരു രാഷ്ട്രീയ നേതാവാണ്, ഒരു പൊതുപ്രവർത്തകനാണ്, അതിലൊരു നല്ലൊരു പ്രാസംഗികനാണ്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നിർവഹിക്കുന്നു. ശ്രീ കെ രാമചന്ദ്രൻ അവരുടെയും കാവൽക്കാരായി നാളെ കടന്നു പോകേണ്ട ഈ കൂട്ടുകാരെ നമുക്ക് ചേർത്ത് പിടിക്കാം. അവരാണ് ഇന്നത്തെ ഈ ഒരു മീറ്റിങ്ങിൻ്റെ നമ്മുടെ അസറ്റായി നമ്മൾ അറിയാതിട്ടുള്ളത്. ഒരു നല്ല കാര്യങ്ങളോടുകൂടി നമുക്ക് അവരെ സ്വാഗതം ചെയ്യാം. ഇപ്പോൾ ഇവിടെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികളുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ രക്ഷിതാക്കളുണ്ട്, നല്ലവരായ നാട്ടുകാരുണ്ട്, അഭിനേത കാർഷികരുണ്ട്, വിവിധ സംഘടനകളെ ക്ലബുകളെ പ്രതികരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരുമുണ്ട്. എല്ലാവരെയും വളരെ കൃത്യമായി സ്വാഗതം ചെയ്യുന്നു. എൻട്രൻസ് അക്കാദമിയുടെ വലിയ പ്രോത്സാഹനമായ നമ്മുടെ പ്രിയ ബഹുമാനപ്പെട്ട ആർച്ച് പ്രീസ്റ്റ് അച്ഛനോട് എത്തിയിട്ടുണ്ട്. നമ്മുടെ പ്രിയങ്കരനായ
മലപ്പുറം, അതുപോലെ കാസർഗോഡ്, കണ്ണൂർ, ഇങ്ങനെയുള്ള എല്ലാ ജില്ലകളിലും തിരുവനന്തപുരത്ത് വരെ ഇവിടെ കുട്ടികൾ പ്രാക്ടീസ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഈ ലോക്കലായിട്ടുള്ള ആളുകൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഈ ഒരു സംഭവത്തിൽ ചേർന്ന് നിൽക്കണമെന്ന് അച്ഛൻ എപ്പോഴും ഞങ്ങളുടെ പൊതുയോഗത്തിലും ഞങ്ങളുടെ പരീക്ഷ മത്സരത്തിലും ഞങ്ങളുടെ പള്ളിയിലെ പ്രധാനമന്ത്രിയുള്ള പ്രസംഗങ്ങളിലെല്ലാം അച്ഛൻ പറയാനുള്ള പ്രോത്സാഹിപ്പിക്കാറുണ്ട്. അതിനൊരു കാരണമെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഈ കുട്ടിശിക്ഷ നിങ്ങളുമായി കടന്നു പോകുന്നു ഈ കാലത്തെ രാവിലെ പ്രഭാതത്തിൽ നിങ്ങളുടെ പാദസ്പർശത്തിലുള്ള ആ ഒരു ഡിസിപ്ലിനോട് കൂടിയിട്ടുള്ള ആ ഒരു പ്രയാണം കണ്ടുകൊണ്ടാണ്. ഇന്ന് ഞങ്ങളുടെ ദിവ്യവിളിക്ക് ശേഷം ട്രെയിനിങ് മേഖലയിലല്ല നമുക്ക് അറിയാൻ കഴിയില്ല. സെമിനാരി എന്ന് പറയുന്നത് കൗമാരക്കാരായ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കുന്ന അവിടെ സെമിനാരി രക്ഷമായിട്ട് വളരെ കാലം പരിശീലിക്കുമായിരുന്നു. അതിനുശേഷം തലശ്ശേരി അതിരൂപതയുടെ അഭിമാന സ്ഥാനമായ നിർമ്മലഗിരി കോളേജിലെ ചുക്കാൻ വെച്ചുകൊണ്ട് അത് കുട്ടികളോടൊപ്പമായിരുന്നു. അപ്പോൾ കുട്ടികളെ യുവാക്കളെ എങ്ങനെ പ്രൊമോട്ട് ചെയ്യണമെന്നുള്ളത് വളരെ കൃത്യമായിട്ട് അച്ഛൻ അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ നാളിൽ അഭിമാനമായി അദ്ദേഹം എത്തിയിട്ടുള്ളത്. നമ്മുടെ മാനത്തോടെ കുറിച്ചൊക്കെ ആയിരുന്നു കിട്ടുന്ന അവസരങ്ങളെല്ലാം പ്രോത്സാഹിപ്പിച്ച് ആളുകളെയൊക്കെ പങ്കെടുപ്പിച്ച് പള്ളിയുടെ സൺഡേ സ്കൂളിൻ്റെ നേതൃത്വത്തിൽ ധാരാളം ആളുകൾ പങ്കെടുപ്പിച്ചതോടുകൂടിയാണ് നമുക്കത് വലിയ വിജയമാക്കാൻ നമുക്ക് വലിയ സാമ്പത്തികമായ ഒരു കെട്ടുറപ്പ് അതിനോടുകൂടി ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഏറെ ആളുകളോടുകൂടി നമ്മുടെ ഇന്ന് ഈ സംരംഭത്തിന് അനുഗ്രഹ വാർത്ത നടന്നു എത്തിച്ചേരാനുള്ള ധാരാളം മേഖലാക്കി എപ്പിസ്കോപ്പ് ഇടവകയുടെ വികാരി ആർച്ച് ബിഷപ്പ് ബഹുമാനിയായ ഷാജി തെക്കരവച്ചനെ നമ്മുടെ ഏവരുടെയും ഭാഗവുമായി സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഈ യോഗത്തിൽ അധ്യക്ഷ വഹിക്കുന്നതിന് വേണ്ടി ബഹുമാനിയായ അതുപോലെ ആരാധനായ ഷാജൻ, മറ്റ് വേദിയിലും സദസ്സിലുമായി എത്തിച്ചേർന്നിട്ട മാന്യങ്ങളെ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ നിൽക്കുന്നത് വളരെ സന്തോഷത്തോടു കൂടിയാണ്, വളരെ അഭിമാനത്തോടു കൂടിയാണ്. അതോടൊപ്പം തന്നെ ചെറിയൊരു ദുഃഖമുണ്ട്. നേരത്തെ ജോണി സാറ് ഇവിടെ സൂചിപ്പിച്ച് കഴിഞ്ഞു. നമ്മുടെ കൂടെ 2 വർഷത്തോളം പ്രാക്ടീസിന് വന്നിരുന്ന മന്നു ജോസഫ് കഴിഞ്ഞ ദിവസം വിചാരണമായിട്ട് ആക്സിഡൻറ്റിൽ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. മനുവിനെ കുറിച്ച് പറയാതിരിക്കാൻ നിർത്തിയില്ല. മനുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ അഗ്രസീവായ എനർജറ്റിക്കായ ഈ അഗ്രസീവ് പേഷ്യൻസ് എന്നൊക്കെ പറയുന്നത് വീണെടുത്ത് ഇന്ന് എഴുന്നേറ്റ് വരുന്ന ഒരു പയ്യനാണ്. പക്ഷെ എന്തുകൊണ്ടോ സൈന്യത്തിലേക്ക് പോകാനുള്ള യോഗ്യത മെയിനായിട്ട് നമുക്കറിയാം മെഷർമെന്റ് ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട്. അപ്പൊ ഞാനിത് നോക്കി, കാരണം നമ്മുടെ ഈ കുട്ടികളുടെ വളർച്ച എന്ന് പറയുന്നത് ചില കുട്ടികൾ 16 വയസ്സ് വരെ നന്നായിട്ട് വളരും, ചില കുട്ടികൾ 16 വയസ്സിന് ശേഷമായിരിക്കും വളരുന്നത്. പക്ഷെ ഇതിന് 2 രീതിയിലും പാരമ്പര്യം വെച്ച് നോക്കിയിട്ട് യാതൊരു കാരണവശാലും ഹൈറ്റ് വരാത്തതുകൊണ്ടാണ് ഞാൻ മറ്റു മേഖലകൾ തേടി പോകണമെന്ന് ഉദ്ദേശിച്ചതിന്റെ ഫലമായിട്ടാണ് മനു ITI പഠിക്കുകയും തുടർന്ന് JCB ഡ്രൈവറായി പാസ്പോർട്ട് വിസയൊക്കെ സംഘടിപ്പിച്ച് അടുത്ത മാസം പോകാനിരിക്കുകയാണ് ഈ അപകടം ഉണ്ടായത്. അത് വലിയൊരു നിരാശയായിരുന്നു ഞങ്ങളുടെ മോർണിംഗ് വെഞ്ചേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ. കാരണം എവിടെ പോവുകയാണെങ്കിലും ഞങ്ങൾക്ക് ഈ മോർണിംഗ് വെഞ്ചേഴ്സ് ഇൻഷുറൻസ് അക്കാദമി എന്ന് പറയുമ്പോൾ ഒരു ഇൻഷുറൻസ് മാത്രമല്ല, കാരണം നമുക്കറിയാം പലവിധ സഹായ സഹകരണങ്ങളും ഈ നാടിന് വേണ്ടി ചെയ്യാനാണ് ഈ പ്രസ്ഥാനം ഞാൻ തുടങ്ങിയത്. കോഴ്സ് ഇരിക്കുമ്പോൾ തന്നെ ധാരാളം കോഴ്സുകൾ ചെയ്ത എക്സ്പീരിയൻസ് വെച്ചിട്ട് അതിൻ്റെ ഒരു കോഴ്സിലൊരു ഭാഗമായിരുന്നു ഡിസാസ്റ്റർ മാനേജ്മെന്റ്. അത് മറ്റ് മേഖലയിൽ പോയി ചെയ്തൊരു വ്യക്തി എന്ന രീതിയിൽ അപ്പോൾ എനിക്ക് അറിയുന്നൊരു തൊഴിൽ. പിന്നെ ട്രെയിനിങ്ങിൻ്റെ ഇൻസ്ട്രക്ടർ പോലീസ് ട്രെയിനിങ് കോളേജ്, പോലീസ് അക്കാദമി, മലപ്പുറം MSP ക്യാമ്പ്, KMA കോളേജ് തുടങ്ങി 15ഓളം ബാച്ചുകൾക്ക് പല സ്ഥലത്തായി ട്രെയിനിങ് കൊടുത്തപ്പോൾ അതിന് വേണ്ടിയും പല കോഴ്സ് CRPയിലും അതുപോലെ മിലിറ്ററിയിലൊക്കെ പോയി ചെയ്തത്. ഈ ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് ട്രെയിനിങ് എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. യൂണിഫോം ഒരു ഹരമായിരുന്നു, ഒരു പാഷനായിരുന്നു. അങ്ങനെയാണ് ഇത് തുടങ്ങിയത്. 536 കുട്ടികൾക്കാണ് ഇതുവരെ ജോലിക്ക് പോകാൻ കഴിഞ്ഞത്. ഇന്നിപ്പോൾ ഒരു പെൺകുട്ടി കേരള പോലീസിലേക്ക്, ഒരു ആൺകുട്ടി വരാട്ട് വരുന്ന അനന്തു കേരള പോലീസിലേക്ക്, ബാക്കി 13 പേർ ആർമിയിലേക്കാണ് പോകുന്നത്. അതിൽ 10 പേര് അവർ എത്തിയിട്ടുള്ളത് ആർമിയിലേക്ക്, 3 പേര് നേഴ്സിംഗ് അസിസ്റ്റന്റ് പോസ്റ്റിലേക്കാണ്. എന്തുകൊണ്ട് അവരുടെ പേപ്പർ വെരിഫിക്കേഷൻ നാളെ ആയിട്ട് കോഴിക്കോട് ഇന്നലെ ഇങ്ങോട്ട് കോഴിക്കോട് നടക്കുന്നതുകൊണ്ട് അവർക്ക് എത്താൻ കഴിയുന്നില്ല. അവരെത്തുന്ന മുറയ്ക്ക് അവരിവിടുന്ന് അവരും ജോലി ചെയ്യാൻ വേണ്ടി പോകും. അപ്പം വളരെ സന്തോഷമുണ്ട്. അതുകൊണ്ട് മനു നമ്മളിൽ നിന്ന് അകന്ന് പോയതുകൊണ്ട് വിഷമമുണ്ട്. എന്നാലും നമുക്ക് മനുഷ്യന് മറവിയുണ്ട്. എന്നാൽ നമ്മളിത് മറന്നേ പറ്റും, എന്തായാലും മുമ്പോട്ട് പോയേ പറ്റൂ. എന്നാലും വളരെ കരുതലോടുകൂടി തന്നെയാണ് ഞങ്ങൾ ഇപ്പം മുമ്പോട്ട് പോകുന്നത്. ഇവിടെ വരുന്ന ഒരാൾക്കും ജോലി കിട്ടാതിരിക്കുന്നില്ല എന്നതാണ്. ഇത് ഈ സത്യം അറിയുന്ന എത്ര നാട്ടുകാർ എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്കറിയില്ല. കുറേ ആൾക്കാർ പല
പല ക്ലബ്ബുകൾ, സൊസൈറ്റികൾ, വ്യാപാരി വ്യവസായി സംഘടന, തൊണ്ടിയിലെ പേരാവൂർ, യുണൈറ്റഡ് മർച്ചന്റ് ചേംബർ, ഇവരെല്ലാം തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരുപാട് ജനങ്ങൾ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും ഇത് അറിയാതെ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. 18 വയസ്സ് കഴിഞ്ഞ് 6 മാസം നിങ്ങളുടെ മോർണിംഗ് പേജേഴ്സിൽ വന്നാൽ നിങ്ങൾക്ക് മറ്റ് മെഡിക്കൽ അൺഫിറ്റൊന്നും ഇല്ലെങ്കിൽ, മെഡിക്കൽ പ്രോബ്ലം ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും കിട്ടും. പക്ഷേ ഞാൻ പറയുന്നത് കേൾക്കണം. പോലീസിൻ്റെ ഒരു ട്രെയിനറായി SI-മാർക്ക് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്, മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർക്ക് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഫോറസ്റ്റിൽ ഒരു ബാച്ച് ട്രെയിനിങ് കൊടുത്തു. ഇതിലൊക്കെ എക്സ്പീരിയൻസ് വെച്ചിട്ട് എന്താണ് ഇതിന് വേണ്ട യോഗ്യത എന്നും എന്താണ് ഇതിന് വേണ്ട മെഷർമെന്റ് എന്നും ഒക്കെ എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ആവശ്യത്തിന് മെഷർമെന്റ് ഉണ്ടെങ്കിൽ 18 വയസ്സ് തികഞ്ഞിട്ടുണ്ടോ, കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ സന്തോഷ് ജോർജ് പറഞ്ഞ പറയുന്ന പോലെ ആഗ്രഹിച്ചാലും നടക്കില്ല. ആഗ്രഹം വേണം, പക്ഷെ കഷ്ടപ്പെടാനുള്ള മനസ്സുകൂടി വേണം. നമ്മുടെ ബഹുമാനപ്പെട്ട അബ്ദുൽ കലാം സാർ പറയാൻ നല്ല സ്വപ്നങ്ങൾ കാണും. അതൊക്കെ ശരിയാണ്. അതിനേക്കാൾ ഉപരിയായിട്ട് എനിക്ക് പറയാനുള്ളത്, ഒരു ട്രെയിനർ എന്ന രീതിയിൽ എനിക്ക് പറയാം, നിങ്ങൾ കഷ്ടപ്പെടാൻ. ഞാൻ എപ്പോഴും പറഞ്ഞ കാര്യമുണ്ട്, നിങ്ങൾ ഈ ഗ്രൗണ്ടിനെ പ്രണയിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? അതായത് ഒരു ദിവസം വന്നിട്ട് ഒരു ദിവസം വന്നില്ലെങ്കിൽ പോയി, അല്ലെങ്കിൽ ഒരു ദിവസം വന്ന് കാലിന് വേദന. അപ്പൊ ഞാൻ എന്നോട് പറയാൻ മറ്റൊരു കാര്യം, നിങ്ങളുടെ അച്ഛനും അമ്മയും നിങ്ങളെ വളർത്തിക്കൊണ്ട് വരുന്നത് ചിലപ്പോൾ ചുമടെടുത്തിട്ടായിരിക്കാം, ചിലപ്പോൾ മറ്റ് ജോലികളെടുത്തിട്ടായിരിക്കാം. ആ ചെയ്യാൻ പരിചയമില്ലാത്ത ജോലിക്ക് അവർക്ക് പോകുമ്പോണ്ടാകുന്ന വിഷമങ്ങൾ, വേദനകൾ. അപ്പോൾ വേദന ഇല്ലാതെ ഒരു പരിപാടി നടക്കില്ല. കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ ജോലി ഉറപ്പാണ്. പിന്നെ നമുക്ക് ശരീരത്തിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ, നമുക്ക് ഹൈറ്റ് കുറവുണ്ട്, അല്ലെങ്കിൽ ചെസ്റ്റ് കുറവുണ്ട്, അപ്പോൾ ഹൈറ്റ് വെക്കാൻ എക്സസൈസ് കാണിച്ചു കൊടുക്കും. ഒന്നാമത് നമ്മുടെ ഹൈറ്റ് വെക്കാൻ നമ്മൾ സ്വിമ്മിങ് പ്രാക്ടീസ് നല്ലതാണ്, അത് ചിന്നപ്പ് നല്ലതാണ്. പിന്നെ റിക്സ് അകത്തുക എന്നുള്ളതാണ്. 22 വയസ്സ് കഴിഞ്ഞാൽ ഹൈറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇത് വലിയ പഠനങ്ങൾ തെളിയിച്ചൊരു കാര്യമാണ്. ഈ റിക്സ് അകത്താനുള്ള എക്സസൈസ് അപ്പോൾ നമ്മൾ കുറച്ചുകൂടി നീർന്നു. അപ്പൊ ഇതൊക്കെയാണ് അതില്ല. അപ്പൊ ഇതൊക്കെ കിട്ടുകയാണെങ്കിൽ എന്തായാലും നമുക്ക് ജോലി കിട്ടും. പിന്നെ ഇപ്പോൾ വേണ്ടത് പണ്ടത്തെ പോലെ വെറും ആരോഗ്യം മാത്രം പോരാ, കുറച്ച് പഠിക്കാനുള്ള കഴിവാണ്. അത് ഞാൻ ഇവിടെ പറയുമ്പോൾ എല്ലാവർക്കും PSC കേരളത്തിലെ ജോലി കിട്ടിയ PSC കോച്ചിങ്ങിന് പോകണം, 3-4 വർഷം പഠിക്കുന്നത്. ആത്രയും എഴുതിയിട്ടുണ്ട്. ആത്രയും 4 വർഷം PSC കോച്ചിങ് കഴിഞ്ഞിട്ട് ആണ് ലിസ്റ്റിൽ വന്നത്. ലിസ്റ്റിൽ വരണമെങ്കിൽ 4 വർഷത്തോളം കഠിനാധ്വാനം ചെയ്യണം. ആ ലിസ്റ്റ് ബാക്കിലായി പോയതാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് കിടന്ന് സമരം ചെയ്യുന്നത്. ഇവരുടെ ബാച്ചിൽ തന്നെ ഉണ്ടായിരുന്നതാണ്. അതിൽ നിന്ന് കുറച്ച് കുട്ടികൾ കൂടി കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് വീണ്ടും കിട്ടാൻ സാധ്യത. അപ്പോൾ ഈ PSC പഠിച്ച് നമ്മൾ ജോലി നേടുക എന്ന് പറഞ്ഞാൽ വലിയൊരു കടമ്പയാണ്. പക്ഷേ സെൻട്രൽ കോഴ്സിലേക്ക് ജോലി കിട്ടാൻ ഞാൻ ഈ പറഞ്ഞ കാര്യം മാത്രം മതി. നിങ്ങൾ SSLC പാസ്സായിരിക്കണം, 18 വയസ്സ് തികയണം, ആവശ്യത്തിന് മെഷർമെന്റ് ഉണ്ടായിരിക്കണം, കഷ്ടപ്പെടാൻ തയ്യാറാണ്, ജോലി ഉറപ്പാണ്. ഇപ്പൊ 60,000 വേക്കൻസികളും വരുന്നുണ്ട്. അതുപോലെ ഡൽഹി പോലീസിലേക്ക് വരുന്നത് ഇതൊന്നും അറിയാവുന്ന നാട്ടുകാരും ജനങ്ങളും അച്ഛനും അമ്മയൊക്കെ ധാരാളം. ഇതൊന്നും അറിയുന്നില്ല, അപ്പോൾ ഒഴുകി പോവുകയാണ്. ഇപ്പോൾ നമ്മുടെ നാടിന്റെ സ്ഥിതി എന്താണ്? മയക്കുമരുന്നിന് പിടിയിൽ കുട്ടികൾ അമർന്നുകൊണ്ടിരിക്കുക. ഒരു നാടിന്റെ ശക്തി എന്ന് പറയുന്നത് എന്താണ്? യുവതകളാണ്. അവരെ നേർവഴി നടത്താൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ പോയി. പിന്നെ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് കുറച്ച് ഞാൻ ഹരാസ് ചെയ്യാറില്ല, ഇല്ലാതെ ഞാൻ പറയുന്നില്ല. ചിലപ്പം പോയി തള്ളുകൾ ചെയ്യും, അവരെ ശരീരത്തെ ടച്ച് ചെയ്യും, അതുപോലെ തന്നെ ഹാർഡ്. ഞാൻ പറയുന്ന കാര്യം, ഞാൻ ചെയ്യുന്നത് നിങ്ങൾ ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. ഈ 60 വയസ്സ് കഴിഞ്ഞ് 64 വയസ്സായി ഞാൻ ചെയ്യുന്ന എക്സസൈസും കാര്യങ്ങളും നിങ്ങൾ ചെയ്താൽ മതി. അത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമോ? നിങ്ങൾ പാസ്സാവും. പിന്നെ നമ്മുടെ മനസ്സാണ് വേണ്ടത്. ഞാൻ ചിലപ്പോൾ വീട് പോയേക്കാം. ഞാൻ വീട് പോയാൽ ഇവരെ എക്സസൈസ് ചെയ്യുമ്പോൾ തളർന്ന് ക്ഷീണിക്കുമ്പോൾ പറയും, കുറച്ച് ഇൻഷുറൻസ് കിട്ടാൻ വേണ്ടിയിട്ട് സ്റ്റാമിന ബിൽഡപ്പ് ചെയ്ത് വരണമെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യും. ഈ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് സ്റ്റാമിന കിട്ടുള്ളൂ. ആ സമയത്ത് ചിലപ്പോൾ നമ്മൾ തളർന്നു വരും. പിന്നെ ഇപ്പോൾ കാണുന്ന ഒരു ട്രെൻഡ് എന്ന് പറയുന്നത്, മോർണിംഗ് പേജേഴ്സ് ഇൻഷുറൻസ് അക്കാദമിയിൽ എത്തുന്ന കുട്ടികളെ ഞാൻ ഈ മെഡിക്കൽ അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് നടത്താത്തത് മറ്റ് അക്കാദമി ചെയ്യുന്ന എന്താണ്? അവർ 20,000 രൂപ വാങ്ങി കൊടുക്കും. ഇപ്പോൾ മേജർ ലെവൽ അക്കാദമി ആയാലും, കേരളത്തിൽ അക്കാദമി ആയാലും, നാപ്റ്റ് ആയാലും, എയിം ആയാലും, കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ട് ധാരാളം അക്കാദമികളുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെയൊക്കെ പോയി കറങ്ങിച്ച് ഇവിടെ വരുന്ന ആൾക്കാരുണ്ട്. തൃശ്ശൂർ ഒരാൾ മറ്റേ അക്കാദമി പോയതാണ്, പൈസ കൊടുത്തതാണ്, ഒന്നും പഠിപ്പിക്കുന്നില്ല. അവർ ചെയ്യുന്നത് 4 റൗണ്ട് ഓടിക്കുന്നു, അതിനുശേഷം മെഷർമെന്റ് നോക്കുന്നു, അതിനുശേഷം മെഡിക്കൽ നോക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് അവരെടുക്കുന്നത്. അങ്ങനെയാണ് ട്രെയിനിങ്ങിൻ്റെ ആവശ്യം. ഇവിടെ എന്താണ്? ആര് വന്നാലും നമ്മൾ എടുക്കുകയാണ്. കട്ടം പോകണം, ആര് വന്നാലും എടുക്കും. രോഗിയുണ്ടോ രോഗമുണ്ടോ ഒന്നും പരിശോധിക്കില്ല. അതിൻ്റെതായ വിഷമങ്ങൾ എനിക്ക് വരുന്നു. ചില കുട്ടികൾ വീണ്ടും പോകുമ്പോഴാണ് നമ്മൾ അറിയുന്ന ആ കുട്ടിക്ക് ഇന്ന അസുഖമുണ്ട്, അല്ലെങ്കിൽ മെഡിസിൻ കഴിക്കുന്നത്. ചിലപ്പോൾ ആസ്മ രോഗികൾ, വലിയ കംപ്ലൈൻറ്റുകൾ, അതുപോലെ തന്നെ മാനസിക രോഗികൾ, പലവിധ അസുഖക്കാരാണ് കടന്നു വരുന്നത്. ഇനിയിപ്പോൾ അതിനൊക്കെ ഒരു എന്താ പറയുക, ഒരു കൺട്രോൾ വരുത്തുന്ന സമയമായി എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായി, ഞാൻ ചിലപ്പോൾ പോകും. ഞാൻ സമാധാനം പറഞ്ഞു. ഒരു കുട്ടി 2 പ്രാവശ്യം അഭിനയിക്ക് വന്നിട്ടുണ്ട്. 2 പ്രാവശ്യം സീരിയസ് ആയി. ഒരു പ്രാവശ്യം സീരിയസ് ആയി, രണ്ടാമത് ഇന്നലെ വീണ്ടും സീരിയസ് ആയി. കാരണം അല്ലെങ്കിൽ ഏതോ ഒരു വസ്തു ആ കുട്ടിക്ക് പറ്റാത്ത പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ കുട്ടികളെ വിളിക്കുന്നു, പേരാവിലേക്ക് വന്ന് എടുത്തിട്ട് കൊടുക്കും. പേരാവിലെ ഡോക്ടർ നോക്കി ഓക്സിജൻ കുറഞ്ഞു പോയി, പിന്നെ BP കുറഞ്ഞു പോയി. പെട്ടെന്ന് ആംബുലൻസ് വിളിക്കുന്നു. ആംബുലൻസിലേക്ക് ഞാനിങ്ങനെ ചങ്ങി വെച്ചിരിക്കുകയാണ്.
എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്റെ നാട്ടുകാരെന്നെ തിരിച്ചു പോയി എനിക്കറിയാൻ ഉറപ്പുണ്ട്. അല്ലാതെ എന്തൊക്കെയോ പറയാൻ പറ്റുമോ നോക്കി നടക്കുന്ന ആൾക്കാരാണ്. ഇത്രമാത്രം കഷ്ടപ്പെട്ട് സേവനം ചെയ്തിട്ട് എന്തെങ്കിലും കിട്ടുമോ നോക്കി നടക്കുന്ന ആൾക്കാരാണ്. ഇപ്പൊ നമ്മളൊരു ഡിക്ലറേഷൻ എഴുതി മേടിക്കാൻ ശേഷം അനുഭവമാണ് ഓരോന്ന് പഠിപ്പിക്കുന്നത്. അപ്പൊ ഈ ദുരന്തമുഖത്തൊക്കെ പോയി മുണ്ടക്കൈയിലൊക്കെ പോയി കഷ്ടപ്പെട്ടത് ചാലക്കുടി അന്ന് കുറച്ച് പേരുണ്ടല്ലോ പോയി ശ്രീകണ്ഠാനത്ത് പോയി കുളക്കുട്ടിയിലൊക്കെ പോയി കണ്ടത് ആർമിക്കാരും NDR-കാരും നോക്കി നിൽക്കെ ആണ് നമ്മുടെ കുഞ്ഞു ഭാവിയും അതുപോലെ ചന്ദ്രന്റെ ബോഡിയൊക്കെ എടുത്തത്. അതുകൊണ്ട് എന്നും കുളക്കുട്ടിക്കാൻ നമ്മളെ ഓർമ്മ. ഇത്രമാത്രം കഷ്ടപ്പെട്ടിട്ടും എന്തെങ്കിലും കുറ്റമുണ്ടോ എന്ന് കണ്ടുപിടിക്കുന്ന ആൾക്കാരാണ് കൂടുതൽ. എനിക്കറിയാം ഒരു നാൾ ഞാൻ വീട്ടിലേക്ക് ഓർമ്മയുണ്ട്. പക്ഷേ പരമാവധി മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ പരമാവധി മുന്നോട്ട് കൊണ്ടുപോകുക 1000 എന്നുള്ള ഒരു ടാസ്ക്, 1000 കുട്ടികളെ ജോലിയിൽ എത്തിക്കുക എന്ന ഒരു ടാസ്കുമായിട്ടാണ് ഞാൻ മുമ്പോട്ട് പോകുന്നത്. 551 തികയുന്ന ദിവസമാണ് 536 പ്ലസ് 10 555 ആൾക്ക് ജോലി പഠിക്കാൻ ചെറിയൊരു ഭാഗമായിട്ട് ഞാൻ എന്റെ ശ്രമഫലം കൊണ്ട് മാത്രമല്ല അവർക്ക് കിട്ടുന്നത്. അവർ പഠിച്ചതുകൊണ്ടും അവർ അച്ഛനമ്മ അതേ രീതി വളർത്തിയതുകൊണ്ടും ഒക്കെയാണ് അവർക്ക് ആ ഗുണം കിട്ടുന്നത്. കാരണം ഇവിടുന്ന് മാത്രമല്ല ഡിസിപ്ലിൻ എന്ന് പറയുന്ന സാധനം നമ്മുടെ ട്രെയിനിങ് ഗ്രൗണ്ടിൽ നിന്ന് കിട്ടുന്നത് അല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് 15 പേരുടെ ട്രെയിനിങ് കൊടുത്ത എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുന്നത്. കാരണം അത് കിട്ടുന്നത് വീട്ടിൽ നിന്നാണ്. ശരിയായ ഡിസിപ്ലിൻ കിട്ടുന്ന വീട്ടിൽ നിന്നാണ് തുടങ്ങുന്നത്. ഇവിടെയൊക്കെ കിട്ടുന്ന ഡിസിപ്ലിൻ വന്ന് അടിച്ചേൽപ്പിക്കുന്നതാണ്. കമ്പൾസറി അറ്റൻഷൻ എന്ന് പറയുമ്പോൾ അവൻ താല്പര്യമില്ലെങ്കിൽ അവൻ ചെയ്യും, ഇല്ലെങ്കിൽ അവൻ പണിഷ്മെന്റ് കിട്ടും. 10 പ്രാവശ്യം 100 പ്രാവശ്യം അറ്റൻഷൻ കേട്ട് കഴിയുമ്പോൾ ഏത് അർത്ഥത്തിലും അറ്റൻഷൻ പറഞ്ഞാൽ ചാടിയിട്ടുണ്ട്. അത് താൽക്കാലികമായിട്ട് കിട്ടുന്നതാണ്. അത് അടിച്ചേൽപ്പിക്കുന്ന ഡിസിപ്ലിനാണ്. ഒറിജിനൽ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് വീട്ടിൽ നിന്ന് കിട്ടുന്നതാണ്. നമുക്ക് വരുന്ന കുട്ടികളുടെ ഏകദേശം മനസ്സിലായിട്ടുണ്ട്. കാരണം അവർ നിലത്ത് കിടക്കുമ്പോൾ ഞാനും നിലത്ത് കിടക്കുന്നു. ചിലപ്പോൾ എടുത്തിട്ട് ഓടുമ്പോൾ ഞാനും ആരും ചിലപ്പോൾ അവരെ എടുത്തിട്ട് കൊടുക്കും. അല്ലെങ്കിൽ റിവർ ക്രോസ് ചെയ്യുമ്പോൾ മനു ജോസഫിന്റെ സിസ്റ്റർ അനു ജോസഫ് ഈ തൊണ്ടിപ്പുഴി അതുപോലെ നമ്മുടെ ബാവലിപ്പുഴി റോപ്പിന്റെ മുകളിൽ ക്രോസ് ചെയ്ത കുട്ടിയാണ്. നല്ല കഴിവുള്ള കുട്ടിയാണ്. എന്തുകൊണ്ടോന്ന് കുട്ടി അന്വേഷിച്ചപ്പോൾ ഭക്ഷണത്തിന് പോലും മാർഗമില്ല, ജോലിക്ക് പോകണം, എന്തെങ്കിലും ജോലിക്ക് രീതിക്ക് പോയാൽ അല്ലെങ്കിൽ സർവീസ് കയറുന്നതാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുട്ടികളുടെ കൂടെ തന്നെ നമ്മൾ കണ്ട് കെട്ടി പറഞ്ഞാൽ മാത്രമേ ഇത് ശരിയാവൂ. ഇതൊക്കെ കുറ്റമായി കാണുന്ന കുറേ ആൾക്കാരാണ് നമ്മുടെ നാട്ടിൽ. അവരോട് എനിക്കൊന്നും പറയാൻ എന്റെ ഭാഗം എന്തെങ്കിലും കിട്ടുമോ എന്ന് അന്വേഷിച്ച് നടക്കുന്ന ധാരാളം ആളുകളുണ്ട്. പക്ഷെ അവരറിയുന്നില്ല, അവര് ഉറക്കത്തിലാണ്. നല്ല നല്ല ചാൻസുകൾ മുന്നിൽ കിടക്കുമ്പോൾ തള്ളിക്കിട്ടുന്നു. മക്കളെ നിർബന്ധമായിട്ട് ഇങ്ങോട്ട് വിടാതെ അവരൊന്നും അറിയാതെ കഥ അറിയാതെ ആട്ടം കളിക്കാം. വീണ്ടും ഞാൻ പറയാണ് 18 വയസ്സ് കഴിഞ്ഞിട്ട് ഞാൻ ഉറപ്പ് എഴുതി തരാം. 18 വയസ്സ് കഴിഞ്ഞിട്ട് ഞാൻ പറയുന്നത് കേൾക്കാൻ തയ്യാറുണ്ടോ? ജോലി ഉറപ്പാണ്. കേരള സർക്കാർ ചിലപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാവും, എല്ലാവരും പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ സെൻട്രൽ പോസ്റ്റ് ധാരാളം വേക്കൻസി. ഇതെല്ലാം അടിച്ചുകൊണ്ട് പോകുന്ന ആരാണ്? നോർത്ത് ഇന്ത്യൻസാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇവിടുന്ന് ഡൽഹി കോളേജിൽ പയ്യന് ഒരു പ്രസവമൊക്കെ ഉണ്ടായിരുന്നു. വന്നിട്ടും അറിയില്ല, ലീവിൽ വന്നിട്ടുണ്ട്. ജോലിക്ക് പോയി ഇന്നലെ രാത്രി ലീവിൽ വന്നിട്ടുണ്ട്. പുള്ളിക്ക് ഇഷ്യൂസൊക്കെ ഉണ്ടായി. കുട്ടികൾ നമ്മുടെ കസ്റ്റംസിൽ കൂടി പെട്ടെന്ന് പ്രിൻസിപ്പാളെ പറഞ്ഞ് കേസെടുത്ത് ബഹളായി. ലാസ്റ്റ് അത് കോടതിയിലൊക്കെ പോയി ഹൈക്കോടതിയിൽ നിന്ന് പോകണ്ടായി സർവീസിൽ കയറി. അപ്പൊ അങ്ങനെ ചില പ്രശ്നങ്ങളിൽ പെട്ടുപോകുന്ന കുട്ടികളുണ്ട്. അപ്പോ നമുക്ക് ഇപ്പൊ മെയിനായിട്ട് പറയുമ്പോൾ നിങ്ങൾ അതിന് വിടരുത്, ആഘോഷങ്ങൾ അതിന് വിടരുത്, അപകടം പറ്റരുത് എന്ന് പറഞ്ഞ് പിറ്റേ ദിവസമാണ് മഞ്ഞ ആക്സിഡന്റ് വരുന്നത്. ഒരു ഗ്രൗണ്ടിൽ ഇല്ലെങ്കിലും എല്ലാ ദിവസവും ഇതുപോലെ ഉപദേശിക്കാറുണ്ട്. ഇത് പറയാൻ കാരണം ചില ആൾക്കാർ പറയും ഇന്നും വിളിച്ചെന്നെ പ്രിൻസിപ്പൽ വന്ന ഒരാൾ വിളിച്ച് പറഞ്ഞു, സാറേ ആ ആക്സിഡന്റ് പറ്റിയാൽ അതിലെ സാറിന്റെ അക്കാദമിയുടെ യൂണിഫോം ഇട്ട കുട്ടി അതിവേഗം പറന്നു പോകുന്നത് കണ്ടു, സാറൊന്നും പറയുന്നില്ലേ. ഇന്ന് വിളിച്ചു പറഞ്ഞാണ്. ഞാൻ ഇവരോട് ഓരോ ദിവസവും 15 മിനിറ്റെങ്കിലും സംസാരിച്ചിട്ടാണ് തുടങ്ങുന്നത്. അപകടം വരരുത്, അതുപോലെ കേസിൽ പെടരുത്, മയക്കുമരുന്ന് കേസിൽ പെടാൻ പാടില്ല. നമ്മുടെ നാട്ടിൽ ധാരാളമുണ്ട്, നിങ്ങളതിൽ പെട്ടുപോകരുത്. പ്രത്യേകിച്ച് കോട്ടയത്തുള്ളവരോട് പ്രത്യേകം പറയാറുണ്ട്. MDMA മെത്തഡിൻ ഡയോക്സി മെത്രാംഫെറ്റാമിൻ എന്ന് പറയുന്ന സാധനം 2.5 ഗ്രാം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മുടെ കേസെടുക്കാൻ റിമാൻഡ് ചെയ്യാം. അത് ഒരു പ്രാവശ്യം ഉപയോഗിച്ചാൽ നമ്മളെ അടിക്കാം. നമ്മുടെ നാട്ടിൽ ധാരാളം എനിക്കറിയാം. പക്ഷെ എല്ലാ സത്യങ്ങളും വിളിച്ചു പറയാൻ പറ്റും, ഇഷ്ടപ്പെടുമോ? എനിക്കറിയാം ഒരു 10-15 കുട്ടികള് അതിൽ അടിപ്പെട്ട് വരും ഈ പ്രദേശത്ത് മാത്രമായിട്ട്. അപ്പൊ ആ സാധനം വരുന്നിലേക്ക് അത് അപ്പൊ കരുതൽ വേണ്ടേ? ഇപ്പൊ കുട്ടികളെ പിന്നെ ഇങ്ങനെ വേറെ പഠിക്കുന്ന കുട്ടികളെ വേണ്ട ഇതുപോലുള്ള അക്കാദമി എന്റെ അക്കാദമിയിലേക്ക് കൊണ്ടു നിർത്തുന്നവരില്ല. ഇത് മറ്റുള്ള അക്കാദമി പോലെയല്ല. ഇതിന് പ്രത്യേകതയുണ്ട്. ഇത് യുദ്ധത്തിന് വേണ്ടി ജോലിക്ക് ഒരു പോരാട്ടമാണ്. MFA പോരാളികൾ എന്നാണ് അറിയപ്പെടുന്നത്. 18 വയസ്സ് കഴിഞ്ഞാൽ ജോലിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്. ഇവിടെ പൈസ ഒന്നും വേണ്ട. മറ്റു പല അക്കാദമികളും ഉണ്ട് പൈസയ്ക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. ഞാൻ ബന്ധപ്പെടുന്നില്ല, കാരണം അവർക്ക് ഉപജീവനമാർഗമാണ്. എല്ലാവർക്കും എന്തെങ്കിലും കിട്ടണം, എനിക്ക് മനസ്സിലുണ്ട്. എന്നാൽ ഇത് ബിസിനസ്സാക്കി കാണുന്ന ധാരാളം ആൾക്കാർ, സെലിബ്രിറ്റീസ് ഒക്കെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളൊക്കെ നടക്കുന്നുണ്ട്. ഞാൻ വീട്ടുന്നില്ല, ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി മോർണിംഗ് വെജേഴ്സ് ഇൻഷുറൻസ് അക്കാദമി എന്താണെന്ന് മനസ്സിലായി. ഈ നാട്ടുകാർക്ക് ഞാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഏത് സമയം വെച്ച് മടക്കാൻ ഞാൻ തയ്യാറാണ്. ഒരു ഭീഷണിക്ക് മുമ്പിൽ ഞാൻ
പിന്നെ പിടികൊടുക്കില്ല. ഭീഷണിക്കല്ല, നിർത്താൻ ഞാൻ തയ്യാറാണ്. കാരണം എന്നെ വീട്ടിൽ നിന്ന് എപ്പോഴും പറയാറുണ്ട്, നിർത്തിക്കൂടെ, നമുക്ക് കുട്ടികളൊക്കെ പോകണ്ടേ, 10-56 വയസ്സ് നിങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജോലി ഓടി നടന്നു. എനിക്ക് യൂണിഫോം ഒരു പാഷൻ ആയതുകൊണ്ട് ജോലി ഒരു വിഷയമാണ്. അപ്പോൾ ഈ നിർത്തിക്കൂടെ, നമുക്ക് ഒരു പിന്നെ യാത്രയൊക്കെ പോകേണ്ട പറ്റുന്ന കാര്യം എന്നുള്ള ആവശ്യമാണ്. പിന്നെ എന്നെ തേടി നമ്മുടെ കൊച്ചു പേരാവിൽ എത്തുന്ന ആൾക്കാർക്ക് ഒരു ജോലി കിട്ടിയും സന്തോഷമല്ലേ വിചാരിച്ചിട്ടാണ് ഈ പ്രവർത്തി ചെയ്യുന്നത്. അത് നെഗറ്റീവായിട്ട് കാണുന്ന ആൾക്കാർ കൂടി വരികയാണെങ്കിൽ അസൂയുള്ളതാണ്. വേറെ എന്താ എനിക്കറിയാം, കുറേ ആൾക്കാർക്ക് അസൂയുണ്ട്. എൻ്റെ കയ്യിലുള്ളൊരു സാധനം എൻ്റെ നാട്ടിലെത്തുന്ന എൻ്റെ കുട്ടികൾക്ക് എൻ്റെ നാട്ടുകാർക്ക് വേണ്ടി ഞാൻ കൊടുക്കുന്നതിൽ എന്താ തെറ്റ്? അത് പറ്റാത്തവരോട് വരണം, ഇതെനിക്ക് പറയാനുള്ളൂ. അപ്പം ഇത് ഞാൻ നടത്തിക്കൊണ്ട് പോകുന്നതിൽ ഇവിടെ ഇരിക്കുന്ന എന്നെ സ്നേഹിക്കുന്ന, എൻ്റെ അക്കാദമിയെ സ്നേഹിക്കുന്ന, ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇനിയും നമ്മുടെ നാട്ടിലേക്ക് ധാരാളം ആളുകൾ ഒഴുകി വരും. ഞങ്ങൾ തയ്യാറാണ്. ഞാനും ഉണ്ട് എൻ്റെ ഇൻഡോർ സബ്ജക്ട് ക്ലാസ് എടുത്ത് വിമൽ മാഷ് ആയിരിക്കുന്നത്. വിമൽ മാഷും അതിന് തയ്യാറാണ്. അദ്ദേഹം ചെറിയൊരു പൈസ മേടിക്കുന്നുണ്ട് ഇൻഡോർ സബ്ജക്റ്റിന്, അത് മേടിക്കാൻ നിർത്തിയില്ല. അദ്ദേഹം ആ SIA പോകേണ്ട ആളാണ്. എൻ്റെ അക്കാദമിയിലേക്ക് കുറേകാരനാണ്. എൻ്റെ അക്കാദമിയിലേക്ക് PSC പിന്നെ പരീക്ഷ പാസ്സായിട്ട് വന്നതാണ്. ഫിസിക്കലും പാസ്സായി. റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ എന്തോ ഒരു കോംപ്ലിക്കേഷൻ വന്നാൽ റാങ്ക് ലിസ്റ്റ് ക്യാൻസൽ ആയി. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്ന സീനിയർ SI ആയി ഇരിക്കേണ്ട ആളാണ്. അപ്പോൾ പിന്നെ PSC കോച്ചിങ്ങിലേക്ക് തിരിച്ച് നമ്മുടെ മോർണിംഗ് പെറ്റേഷൻ ഇൻഷുറൻസ് അക്കാദമിയിലെ പിന്നെ ഇൻഡോർ സബ്ജക്റ്റിന്റെ ഇൻസ്ട്രക്ടറായിട്ട് വർക്ക് ചെയ്യുകയാണ്. അതായത് ചെറിയൊരു തുച്ഛമായ പൈസ മാത്രമേ വാങ്ങിക്കുള്ളൂ. ഇവിടെ ഗ്രൗണ്ട് ഫ്രീ ആണ്. ഇനിയും ധാരാളം അവസരങ്ങൾ നമുക്കുണ്ട്. ഇത് ചാൻസ് കഴിഞ്ഞിട്ടില്ല. പിന്നെ വെറുതെ ഇത് അറിയാത്ത കുറെ ആൾക്കാരോടാണ് ഞാൻ സംസാരിക്കുന്നത്. നിങ്ങൾ അറിയുന്നവരോട് പറഞ്ഞു വിടുക. ഒന്നുമില്ലെങ്കിൽ നമുക്ക് ലൈഫിൽ ഓർഡർ ഉണ്ടാവും, ഒരു ഫിറ്റ്നസ് ഉണ്ടാവും. ജോലി വൃത്തിയില്ലെങ്കിൽ അതാണ് നമുക്ക് ആദ്യം വേണ്ടത്. നല്ല ആരോഗ്യമുള്ള ശരീരം ഉണ്ടെങ്കിൽ ആരോഗ്യമുള്ള മനസ്സുണ്ടാവും. ഒരു ആക്സിഡന്റ് നടക്കുന്നു, എന്തെങ്കിലും ഇഷ്യൂ നടക്കുന്നു, അവിടെ നമ്മുടെ മക്കളെ മൊബൈൽ പിടിച്ച് ഫോട്ടോ എടുക്കുന്നതിന് പകരം, വീഡിയോ എടുക്കുന്നതിന് പകരം ചാടിയാണെങ്കിൽ അവനെ ഹെൽപ്പ് ചെയ്യാനുള്ള മനസ്സുണ്ടാവണമെങ്കിൽ അവന് ഫിറ്റ്നസ് വേണം. അവർ നല്ല അറിവുണ്ടായിരിക്കണം. എന്താണ് ചെയ്യുന്നത്, ഒരാൾ വീട് കഴിഞ്ഞ് എന്ത് ചെയ്യണമെന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് എല്ലാ ക്ലാസ്സുകളും കൊണ്ടുവന്നില്ല. ഒരു ക്ലാസ്സും കൊടുത്തില്ല. ധാരാളം കോഴ്സുകൾ ചെയ്തുകൊണ്ട് വെറുതെ ഇൻഫ്ലുവൻസ് ട്രെയിനിങ് മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ ദിനംപ്രതി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും പറയുന്നത്. പക്ഷെ നാട്ടുകാരെന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എന്തായാലും എനിക്ക് പിടിക്കുന്നത് തെറ്റില്ല. ഞാൻ ഒറ്റയ്ക്കുള്ളൂ, ഒറ്റ പോരാട്ടമാണിത്. എന്തൊക്കെയാണ് ചെയ്യുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇവരുടെ അസുഖമുണ്ടോ നോക്കണം, ഇവരെ കോട്ടേജ് ഇഷ്യൂ ഉണ്ടോ നോക്കണം. അതുപോലെ കുറെ അടുത്ത കാലത്ത് കുറെ കുട്ടികൾ പറഞ്ഞു വിട്ടു അവരുടെ ഗവൺമെന്റ് ശരിയല്ല, മറ്റുള്ള കുട്ടികളെ ബാധിക്കുന്നതുകൊണ്ട്. അപ്പം അങ്ങനെ പറഞ്ഞിട്ട് ആൾക്കാർ പോലും തന്നെ ശത്രുക്കളായി മാറും. അപ്പോൾ വയനാട്ടിൽ നമുക്ക് 12 കുട്ടികളെ 2 കൊല്ലം ഒരുമിച്ച് പറഞ്ഞിട്ടുള്ള അവർ നാട്ടിൽ പോയിട്ട് അയാളെ ചതിച്ചു. സംഭവം എന്താണെന്ന് വെച്ചാൽ രാത്രി അടുത്തുള്ള കോട്ടയത്ത് ആൾക്കാർ വേണ്ടി ഭയങ്കര ബഹളം സാറേ വെറുതെ ചുമല ബുദ്ധിമുട്ടിരിക്കുകയാണ്. അവരെ വെറുതെ പിടിക്കാൻ പറ്റുമോ? കോട്ടയത്ത് കുട്ടിക്കോ പോയി പോകുന്നു. അതുപോലെ ഇപ്പം മറ്റൊരു ഞാൻ അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അക്കാദമിക്ക് ഗേൾസ് കിട്ടാൻ ഇടയില്ല. ഇപ്പൊ വിദേശത്തൊക്കെ ധാരാളം ചാൻസ് ഉണ്ട്. ഇപ്പൊ ഇവിടെ കുറെ പെൺകുട്ടികൾ വന്നാൽ ആൺകുട്ടികൾ വന്നു കഴിഞ്ഞാൽ വിദേശത്താണെങ്കിൽ അവർക്കൊരു വിഷമമില്ല. ഇവിടെ വിഷമമാണ്. എങ്ങനെയാണ് അവരെ ഉപയോഗിക്കുന്നത് വെച്ചാൽ പ്രായമുള്ള ആൾക്കാരാണ് മിക്കവാറും വീടുകളിൽ. നമ്മുടെ നാട്ടിൽ അങ്ങനെ ആയി വരികയാണ്. ആ നാട്ടിലേക്ക് ഒരു കോട്ടേജിലെ ഒരു വീട്ടിലേക്ക് 1-2 കുട്ടികളെ ഒരു കുട്ടിയെ കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രായമായ ആൾക്കാർക്ക്, അച്ഛനോ അമ്മയ്ക്കോ അവിടെ താമസിക്കുന്നവർക്ക് മരുന്നെടുത്ത് കൊടുക്കാൻ, മരുന്ന് വാങ്ങി കൊടുക്കാൻ, ഫോൺ ബില്ല് അടയ്ക്കാൻ നിരവധി സഹായം ഈ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റും. ഈ നാട്ടിൽ മനസ്സിലാക്കുന്നില്ല. ഡെയിലിയായിട്ട് വൃത്തിക്കൊണ്ടേ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ വേണ്ട. വിദേശത്തുള്ള മകനായിരിക്കും ഞങ്ങൾ പറയുന്നത്. ഈ അച്ഛനും അമ്മയും നടന്ന് വീണ് പോയാൽ ആര് നോക്കാൻ? ഇതുപോലെ ആരോഗ്യമുള്ള എനർജറ്റിക് ആയ ഒരു കുട്ടീനെ ആ വീട്ടിൽ നിർത്തിയാൽ 2 കുടുംബവും ഉപകാരപ്രദമാവുകയും ഇത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമല്ലേ? എത്ര പേര് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്? ഞാൻ പലരോടും പറഞ്ഞു അവരുടെ സ്വഭാവത്തിന് ഞാൻ ഗ്യാരണ്ടിയാണ്. എന്തെങ്കിലും പറ്റാത്തതന്നെ നമുക്ക് പറഞ്ഞു. ഇതൊക്കെ പറയുന്നുണ്ട്, പക്ഷെ ആരും ആക്സെപ്റ്റ് ചെയ്തില്ല. അങ്ങനെ ആകുമ്പോൾ ഈ പാവപ്പെട്ട കുട്ടികൾക്ക് ഒരു ആശ്വാസമാവും. അല്ലെങ്കിൽ 7,000 രൂപ 6,000 രൂപയൊക്കെ ഓരോരുത്തർ ചോദിക്കുന്നു. അത് ഇവരുടെ കയ്യിൽ ആ കുടുംബത്തിലില്ല. ഇതൊക്കെയാണെങ്കിൽ പൊതുവെ പറയാനുള്ളത്. എന്നാൽ ഇതൊന്നും നമ്മൾ തടത്തില്ല. നമ്മൾ മുമ്പോട്ട് പോകുക തന്നെ ചെയ്യും. 1000 എന്നുള്ള നമ്മുടെ നമ്പർ തയ്ക്കാൻ വേണ്ടി കണ്ണാന്തോരണം ചെയ്യാൻ ഞാൻ തയ്യാറാണ്. നിങ്ങളെ എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അദ്ദേഹം അവസാനം പറഞ്ഞത് നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാകണം എന്നാണ്. തീർച്ചയായിട്ടും ഉണ്ടാവും. ഇവിടെ മാധ്യമ പ്രവർത്തകരുണ്ട്, ടെലിവിഷൻ്റെ ടീമുണ്ട്, ഇവിടെ KP തോമസ് സാറുണ്ട്, ഇവിടെ നാസറിട്ടുണ്ട്, തൊട്ടടുത്ത് അനുഭവിച്ചിട്ടുണ്ട്. ഈ കായിക മേളയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി സഹായിക്കുന്ന ഒത്തിരി സുഹൃത്തുക്കൾ ഞാൻ ഓരോരുത്തരും പേരെടുത്ത് ഇവരൊക്കെ ഒപ്പമുണ്ട് എന്നുള്ളത് ഇവിടെ ഒരു നേരസാക്ഷ്യമാണ്. അത് സഹോദരങ്ങളെയല്ല, ഇവിടെ ഇരിക്കുന്ന പൊതുപ്രവർത്തകർക്ക് അറിയാം. അവർ ഒരു പൊതുപ്രവർത്തനത്തിന് ഏർപ്പെടുമ്പോൾ അവർക്കുണ്ടാകുന്ന മാനസിക വിഷമം അത് തീർച്ചയായിട്ടും ഉണ്ടാവും. ഈ സമരമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ എപ്പോഴും ഉണ്ടാവും. നമ്മൾ എല്ലാവരും ഒരു കൈയിലോട്ട് കൂടി നമ്മളൊപ്പം ഉണ്ട് എന്ന് ഇപ്പോൾ പുതിയ സാറ് പറയാൻ നമുക്കൊരു നല്ല കൈയ്യടിയായിട്ട് കൊടുക്കാം.
ഏറ്റവും കൂടുതൽ അഭിമാനിക്കേണ്ടത് നമ്മുടെ പേരാട് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റാണ് എന്ന് എനിക്ക് തോന്നിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ മെമ്പർമാർക്ക് അഭിമാനിക്കുക. കാരണം ഈ കുട്ടികളൊക്കെ വരുമ്പോൾ നിങ്ങളെ ഏറ്റവും കൂടുതൽ നിരീക്ഷിക്കുന്നത് ഇവരാണ്. തീർച്ചയായിട്ടും നമ്മൾ നിരീക്ഷിക്കുന്നുണ്ട്. സാർ ഇടയ്ക്ക് സൂചിപ്പിച്ചു ഈ ലഹരിയുടെ വ്യാപനത്തെക്കുറിച്ചുള്ള കേരളത്തിൽ. മക്കളെ, നിങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് അഭിമാനമാണ്. ഈ നാട്ടിൽ അങ്ങനെ ഒരു പരാതി, ഒരു പൊതു പരാതി ഇതുവരെ വന്നിട്ടില്ല. വന്നിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളോട് പറയും. പക്ഷെ അങ്ങനെ പൊതു പരാതി ഇല്ല. അപ്പോൾ വളരെ ഡിസിപ്ലിനായിട്ട് നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് തന്നെ വിലമതിക്കാൻ വേണ്ടി കഴിയുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ക്രെഡിറ്റ്. അതിൻ്റെ പ്രാക്ടീസ് കൊടുക്കുന്ന ആൾ തന്നെയാണ് തന്നെയാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാന്യനായ നമ്മുടെ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് പി വേണുഗോപാൽ അവരുമാണ്. ഏറെ ആദരവോടുകൂടി അദ്ദേഹത്തെ ഉദ്ഘാടനത്തിന് വേണ്ടി ക്ഷണിക്കുന്നു. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷത എൻ്റെ എല്ലാം പ്രിയപ്പെട്ട ഷാജിയത്ത്, അതുപോലെ തന്നെ വേദിയിരിക്കുന്ന ജനപ്രതിനിധികളുള്ള വേദിയുടെ സദസ്സിലുള്ള ബഹുമാനികൾ. ഇപ്പോൾ ഒരു അഭിമാനകരമായിട്ടുള്ള ഒരു മുഹൂർത്തത്തിലാണ് നമ്മളെല്ലാം ഇവിടെ ഒത്തുചേർന്നത്. MFA എന്ന എന്താണെന്ന് സംബന്ധിച്ച് എൻ്റെ ഡയറക്ടറായ ഡോക്ടർ സാറിൻ്റെ വളരെ വിശദമായി സംസാരിക്കുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കിയ കുറേ കാര്യങ്ങൾക്ക് അപ്പുറത്തും കുറേ കാര്യങ്ങളുടെ വിശദീകരിക്കുകയാണ്. പേരാവൂരിനെ സംബന്ധിച്ച് കായിക ഭൂപടത്തിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം ലഭിക്കുന്ന ഒരു പേരാണ് നമ്മുടെ പേരാവൂർ. ഉൾപ്പെടെയുള്ള നിരവധി കായിക താരങ്ങൾക്ക് ജന്മം നൽകുകയും അതുവഴി നമ്മുടെ പേരാവൂരിൻ്റെ പേരിൽ ലോകത്തെ ഉയർത്തി കാണിക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് അത്തരം പ്രദേശത്താണ് ഇത്രയും വലിയ ഒരു കാര്യം നടക്കുന്നത് എന്ന് നമ്മുടെ സമൂഹം നേരെ വിദ്യാഭ്യാസം പറഞ്ഞതുപോലെ എത്രത്തോളം മനസ്സിലാക്കി എന്നറിയാം. മഹത്തരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇതിൻ്റെ കീഴിൽ നടന്നു വരുന്നത്. കൂട്ടായ പരിശ്രമം അതിനകത്ത് നൽകുന്ന കുട്ടികളുടെ സേവന സന്നദ്ധത പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതത്തിന് ശേഷം നമ്മളെല്ലാം കാണുന്നത് പോലെ സ്വന്തം കാര്യങ്ങൾ നോക്കി വീട്ടിൽ ഇരിക്കുന്നതിന് പകരം നമ്മുടെ യുവതലമുറയെ ഇന്നത്തെ സാഹചര്യം നമുക്കറിയാം. പഠിച്ച് ഡിഗ്രിയും അതിനപ്പുറത്ത് നേടി വീട്ടിലിരിക്കുന്ന അനേകായിരം വിദ്യാർത്ഥികൾ നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ട്. ജോലി കാത്ത് അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടി കാത്തു കഴിയുന്ന അനേകായിരം നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. അത്തരമൊരു സാഹചര്യത്തിലാണ് നേരത്തെ ഇവിടെ പറഞ്ഞു 1000 തകർക്കുക എന്നതാണ് ലക്ഷ്യം. 540-ലധികം കുട്ടികളെ വിവിധ മേഖലകളിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരുന്നതിന് വേണ്ടി കുറഞ്ഞ കാലം കഴിയുക എന്ന് പറയുന്നത്
ചെറിയൊരു കാര്യമാണ് ഇന്നത്തെ സാഹചര്യം. അപ്പോൾ അദ്ദേഹം പറയുന്നൊരു കാര്യം തന്നെ എന്നെ ശ്രദ്ധിച്ചു. കഷ്ടപ്പെടാൻ ഇന്നത്തെ തലമുറക്ക് തീരെ ധരിക്കുന്നൊരു കാര്യമില്ല. എങ്കിലും കഷ്ടപ്പെടാൻ കഴിയാറുണ്ടോ അതിന് റിസൾട്ട് ഉണ്ടാവും എന്നാണ് ഇവിടെ പ്രതീക്ഷിച്ചത്. അതുകൊണ്ട് നമ്മുടെ പൊതുസമൂഹം, നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ച് അവിടെ പറഞ്ഞു, വലിയ അഭിമാനകരമായിരുന്ന ഒരു കാര്യമാണ്. പഞ്ചായത്തിന് അഭിമാനിക്കാൻ കഴിയുന്ന ഒരു പ്രവർത്തനമാണ് ഇത്. ഞാൻ ഇതിന് മുമ്പ് പറഞ്ഞു. അതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാ തരത്തിലും നമ്മൾ ജനപ്രതിനിധികളെന്ന നിലയിൽ നമുക്ക് കഴിയുന്ന സഹായം ഔദ്യോഗികമായി എല്ലാവരും ചെയ്തു കൊടുക്കാനും മോർണിംഗ് ഫൈറ്റേഴ്സിൽ എന്ത് പരിപാടികളുണ്ടായാലും അത് കേരള പോലീസിൽ കണ്ടുവരാം അല്ലേ സാറ്? കേരള പോലീസിൽ കണ്ടുവരാം. മറ്റ് ആർമിയിലേക്ക് മറ്റ് 13 പേര് 3 പേരുള്ള വന്നിട്ടുണ്ടാവും എന്നൊരു നേതാക്കളെ പ്രതിനിധിച്ചതാണ് പറഞ്ഞത്. അപ്പോൾ അവരുടെ പരിശ്രമം, അവരുടെ നേരത്തെ പറഞ്ഞതുപോലെ കഠിനാധ്വാനം അതിനുള്ള മനസ്സ് കാണിച്ചതുകൊണ്ട് അവർക്ക് ഈ നിലയിലേക്ക് ഉയരാൻ വേണ്ടി സാധിച്ചു. അതിന് പ്രചോദനമായിട്ടുള്ള പ്രത്യേകിച്ച് സാറ് അതിനാവശ്യമായി ഇപ്പോൾ പരിശീലനം എന്ന് പറയുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞു. ഇപ്പോൾ ഇവിടെ വിശദീകരിച്ചത് എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ കേവലം ഒരു ജോലി നേടുന്നതിന് വേണ്ടിയുള്ള മാത്രം ഒരു പരിശീലനം എല്ലാം ഈ കലാമിൽ നിന്ന് ലഭിക്കുന്നതെന്നാണ് ഇപ്പോൾ മനസ്സിലായത്. എല്ലാ രീതിയിലും ഒരു കുട്ടിയെ 18 വയസ്സ് കഴിഞ്ഞ ഒരു യുവാവിനെ അവരെ മാനസികമായും അവരുടെ എല്ലാ തരത്തിലുള്ള കഴിവുകൾ എങ്ങനെയായിരിക്കും ഒരു സമൂഹത്തിൽ ഇടപെടേണ്ടത് അല്ലെങ്കിൽ ജീവിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ഉൾപ്പെടെയുള്ള പരിശീലനവും ഒക്കെ നേടുന്ന തരത്തിലേക്കാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സർവീസിൽ നിയമനം ലഭിച്ച് പോകുന്ന എല്ലാ വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ കുട്ടികൾക്കുന്ന ഗ്രാമപഞ്ചായത്തിന് വേണ്ടി എല്ലാവിധ അഭിനന്ദനങ്ങളും അവർക്ക് ആശംസകളും അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിൽക്കുന്നു. എല്ലാവർക്കും നന്ദി. രംഗത്ത് മാത്രമല്ല സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലും അദ്ദേഹം കഴിഞ്ഞ കുറച്ച് കാലഘട്ടത്തിൽ നല്ല സാന്നിധ്യമാണ്. പ്രത്യേകിച്ച് കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവരെ ഇതിലെ പങ്കാളികളൊക്കെ വ്യക്തമായി പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. വേറെ ആഗ്രഹങ്ങളോടുകൂടി ബഹുമാനായ ഷാജി ക്ഷണിക്കുന്നു. സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ സാറ്, നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ വിഭാഗ പഞ്ചായത്ത് സംഘടനവാസാണ്, വേദിയിലായിരിക്കുന്ന ജനപ്രതിനിധികൾ, അവരുടെ പ്രമുഖർ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഏറ്റവും പ്രധാനപ്പെട്ട ഇത്രയും നാൾ കുട്ടികളെ അഭിസംബോധന ചെയ്യുന്ന നാളെ മുതൽ നമ്മുടെ സാറന്മാരായിത്തീരുന്ന പ്രിയപ്പെട്ട കുട്ടികളെ നിങ്ങൾക്ക് ശരിയല്ലോ, ഈ വിജയപീഠത്തിലായിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, ഞാൻ സെമിനാരി പ്രദേശത്തിൻ്റെ വൈദികനായി എനിക്ക് എൻ്റെ അത്യാവശ്യ സ്ഥാപനങ്ങളൊക്കെ ഞാൻ കൊണ്ടു നടക്കുകയാണ്. ഞങ്ങളെ കുറിച്ച് മനസ്സിലാക്കുന്ന കാര്യമുണ്ട്. പെട്ടിയിൽ പുതിയ വീട്ടിൽ നിന്ന് ഇറങ്ങി പിന്നെ ഈ പെട്ടിയിൽ രൂപയുടെ നടപ്പാണ്. പെട്ടിയിലാകുമ്പോൾ ഞങ്ങളെ പറയുന്നതാണ്. ഞാൻ ചികിത്സയില്ല. അപ്പോൾ എനിക്ക് വീട്ടിലൊരു പെട്ടിയുണ്ട്. ആ പെട്ടിയിൽ സൂക്ഷിച്ചു വെച്ച കുറച്ച് ചില സാധനങ്ങളുണ്ട്. അതിലൊന്ന് എൻ്റെ പാവം എനിക്ക് അവസാനമായി വാങ്ങിക്കുന്ന ഒരു ഷർട്ടാണ്. വർഷങ്ങൾ കുറേയായി, ഒരു 32 വർഷമായി. ഞാൻ വല്ലപ്പോഴും പോയി എടുത്തിട്ട് നോക്കുന്നു. എനിക്കിപ്പോഴും ഇടാൻ പറ്റുന്നുള്ളതാണ്. മറ്റൊന്നുള്ളത് എനിക്ക് ആദ്യം കിട്ടിയ വൈദിക വസ്ത്രമാണ്. അത് എനിക്ക് കേരളമായിട്ടുണ്ട്. അതും ഞാൻ സൂക്ഷിച്ച് ഞാനാക്കി തേച്ച് വെച്ചിട്ടുണ്ട്. വല്ലപ്പോഴും എടുത്ത് നോക്കുന്നു. പിന്നീട് ഞാൻ വൈദികനായപ്പോൾ ഞങ്ങൾക്ക് കുർബാനയിലാണ് ഒരു ഉടുപ്പുണ്ട്. ആ ഉടുപ്പ് അത് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. സാധാരണ വൈദികർ കഴിച്ചു കഴിയുമ്പോൾ ആ ഉടുപ്പാണ് തരാറുള്ളത്. ഞാൻ വീട്ടിൽ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് ആദ്യം താമസിക്കാതെ യൂണിഫോം ട്രെയിനിങ് പൂർത്തീകരിച്ചിരിക്കും. തീർച്ചയായും ആരും പറയാതെ ഈ ആദ്യത്തെ യൂണിഫോം നിങ്ങൾ ഒരു
മൈപ്പിൽ കൊണ്ടുപോകാൻ സൂക്ഷിച്ചു വെക്കുന്നുള്ള യാതൊരു സംശയമില്ല. എനിക്ക് ഓർമ്മപ്പെടുത്ത് നിങ്ങൾ ആ കൂടെ സൂക്ഷിച്ചു വെക്കേണ്ട ഒരു മോർണിംഗ് പേപ്പേഴ്സിന്റെ അത് നിങ്ങൾ സൂക്ഷിച്ചു വെക്കാൻ സാധിച്ചാൽ നിങ്ങൾ കുട്ടിച്ച സാറിനോടും ഈ നാടിനോടും നമ്മുടെ ഈ ഗ്രൗണ്ടിനോടും ഈ പ്രദേശത്തോടും ഞാൻ പറയും ഗുരുക്കന്മാരോടും നിങ്ങൾ കാണിക്കുന്ന ആദരവും ബഹുമാനവും ഒക്കെ ഇതിന്റെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കണം. ചുമ്മാ എടുക്കാനല്ല, ഓരോ അവധിക്ക് വരുമ്പോൾ ഈ യൂണിഫോം എടുത്ത് നോക്കണം. നമ്മൾ ഒന്നോ വഴികളും മറന്നു പോകാതിരിക്കാൻ വേണ്ടി. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റുന്നത് മാത്രമേ ഉള്ളൂ, ഒന്നോ വഴികളും മറന്നു പോകാതിരിക്കാൻ. പ്രത്യക്ഷസായ ഞാൻ പ്രതീക്ഷിച്ചിരുന്ന വലിയ സ്ട്രോങ്ങായിട്ടാണ് ഇന്ന് മനസ്സിലായി. എത്ര സ്ട്രോങ്, ഒത്തിരി വൈകാരികമായി സ്ഥിതി അടിച്ചു സാറിന്. അത് മനസ്സിലുള്ള സന്തോഷം കൊണ്ടാണ്, വിഷമം കൊണ്ടാണ് ഞാൻ കരുതുന്നത്. ഒരിക്കലും പ്രതീക്ഷിച്ചത് വിഷമിക്കുന്നതല്ല, സന്തോഷം കൊണ്ടാണ്. ഇത്രയും കുഞ്ഞുങ്ങൾ സാറിന്റെ സ്വപ്ന നമ്മളായ ആയിരം സാറിലേക്ക് സാറിനോട് വിളിക്കുന്ന മുഴുവൻ കുഞ്ഞുങ്ങളുടെയും മാതാപിതാക്കളുടെയും ഈ ജനപ്രതിനിധികളുടെയും പേരിൽ പറയാനുള്ളത് സാറി ആയിരത്തിൽ നിർത്താൻ പാടില്ല. സാറിന് സ്വന്തമായിട്ട് വണ്ടി എടുത്ത് ഗ്രൗണ്ടിൽ വരാൻ തക്കവണ്ണം ആരോഗ്യം ഉള്ളിടത്തോളം കാലം അത് 1000 അല്ല, അതിൽ കൺട്രോളിൽ കടന്നു പോകട്ടെ. 2000 ഇനി ഞാൻ പറഞ്ഞത് പറയാതിരിക്കുവാണെങ്കിൽ വീട്ടിൽ ചെന്ന് പലരും വന്നിട്ടുണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ പറയാം. ഇത് നല്ല ട്രാവൽ ഏജൻസികളോട് ധാരാളം യാത്രകൾ നടത്തുന്നത് വളരെ സുരക്ഷിതമായിട്ട് കൊണ്ടുവരും. സാറ് ഇത് പൈസ കൊടുത്ത് ശ്രീമതി നമുക്ക് വിട്ടേക്കുക. ഞാൻ പറഞ്ഞു പറയാറുണ്ട്. ഇത് സാർ ട്രെയിനിങ് തുറന്നുകൊണ്ടേ ഇരിക്കുക. ഇത് തലമുറകളിലേക്ക് ഒരുപക്ഷെ ഞങ്ങളൊക്കെ മരിച്ചു പോയാൽ കുറേക്കാലം ആണെങ്കിലും നിങ്ങളൊക്കെ പറയും എന്തായാലും പഠിക്കണല്ലോ, ഏതൊരു കാലം സാറ് മരിച്ചു പോയാലും. പക്ഷെ ഞങ്ങളെക്കാൾ കൂടുതൽ കാലം സാറിനെ കുറിച്ച് ആളുകൾ പറഞ്ഞുകൊണ്ടേ പറയാം. 542 പേരുണ്ടായാലും സാറിനെ കുറിച്ച് പറയും. അവരുടെ മാതാപിതാക്കൾ അതിന്റെ ഇരട്ടിയായി. ഇവർക്ക് വീണ്ടും സഹോദരന്മാരുണ്ടെങ്കിൽ വീണ്ടും 2 പ്രാവശ്യം ഇരട്ടിയായി. അതുകഴിഞ്ഞ് ഇവരെല്ലാവരും അച്ഛനാണ് പോലും ഉറപ്പാണ്, അല്ലെങ്കിൽ സിസ്റ്റർ പോലും കല്യാണം കഴിയും. അപ്പൊ അത്രയും ഇരട്ടി ഇവരുടെ ജീവിതം ഉണ്ടാകുകയാണ്. ചുരുക്കി ഇവർക്ക് 2 കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ഇങ്ങോട്ടാണ് സാധ്യതയുണ്ട്. അപ്പോൾ തലമുറകളിലേക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കും. വേറെ ഒരു വിദ്യാഭ്യാസ ഉണ്ടായിരുന്നു, ആ വിദ്യാഭ്യാസ കാരണമാണ് ജോലി കിട്ടിയത് എന്ന് ഇവർ അഭിമാനത്തോടെ ഇന്ന് നാളെ പറയുന്നതിനെ കുറിച്ചല്ല ഞാൻ മക്കൾ മുത്തച്ഛനൊക്കെ ആയിരുന്ന് ഈ റിട്ടയർ ചെയ്ത് വീട്ടിലിരുന്ന് പദം പറയും കൊച്ചുമക്കളോട്. അതെല്ലാം വിളിച്ച് ചെല്ലുമ്പോൾ മുത്തച്ഛന്മാർ ചെയ്യുക. അങ്ങനെ പദം പറയുമ്പോൾ നിങ്ങൾ പറയും പേരാവൂർ എന്ന് പറഞ്ഞ ദേശത്ത് ഇങ്ങനെ കുത്തിച്ചൻ സാറെന്ന് പറയുന്ന ഒരു റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹം കാരണമാണ് നമ്മളെല്ലാം രക്ഷപ്പെട്ടത്. നമുക്കറിയാം, ഒരു കുട്ടി ഒരാൾക്ക് സർക്കാർ ജോലി കിട്ടിയാൽ ആ കുടുംബം അവന്റെ മക്കള് അവരുടെ തലമുറകള് എല്ലാം രക്ഷപ്പെടുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ മലയോര മേഖലയിൽ ആദ്യകാലത്ത് ചുമ്മാ കണക്കെടുത്ത് നോക്കുമ്പോൾ സ്കൂളിൽ ഞാനൊക്കെ പഠിക്കുമ്പോൾ അസൂയോടെ നോക്കുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. സ്കൂളിലെ ടീച്ചേഴ്സിന്റെ മക്കളെ അവർ നന്നായിട്ട് പഠിക്കും. അവർ ക്ലാസ്സിൽ ഫസ്റ്റ് സെക്കൻഡ് വരും. കാരണം വീട്ടിൽ നിന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട്. നമുക്കൊരു വിശുദ്ധി കൊടുക്കൊന്നുമില്ല പഠിക്കാനായിട്ട്. അപ്പൊ അതുകൊണ്ട് സാധ്യതയോടെല്ലാം പഠിച്ചുപിടിച്ച് പോകും. അപ്പൊ നിങ്ങൾക്ക് കിട്ടിയ സാധ്യത എന്ന് പറയുന്നത് തിരിച്ചറിയുക. ഈ പറയുന്നത് ജോലി ശമ്പളമൊന്നുമല്ല, അതിനപ്പുറത്തേക്ക് തലമുറകളിലേക്ക് കൈമാറി അതിന് വന്നുപോയേക്കുന്നത്. അത് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ യൂണിഫോം സൂക്ഷിച്ചു കൊണ്ടെന്ന് പറഞ്ഞത്. അതൊരു പൂജ്യ വസ്തു പോലെ ഞാനൊക്കെ എന്റെ തിരുവസ്ത്രം സൂക്ഷിക്കുന്നത് പോലെ സൂക്ഷിച്ചു വെക്കണം. എടുത്തെടുത്ത് നോക്കണം ഇടയ്ക്ക്. എന്നിട്ട് ഇങ്ങനെ സാറിനെ കുറിച്ച് ട്രെയിനിങ്ങിനെ കുറിച്ച് നാടിനെ കുറിച്ച് ഇവിടെ ഇരിക്കുന്ന ഞങ്ങൾ പറഞ്ഞത് ഞാൻ മാറിയിട്ട് വേറെ വിചാരിച്ചു പറ്റും. ഞാൻ സംശയമില്ല. പഞ്ചായത്ത് പ്രസിഡന്റ് മാറിയിട്ട് നിങ്ങൾ വരുവാണെങ്കിൽ പിന്നെ വരുവാണെങ്കിൽ മാറട്ടെ. അപ്പൊ ഇവരിലേക്ക് മാറി വരും. പക്ഷേ ആരെങ്കിലും ഇവിടെ മാറി വന്നാലും നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ജനപതി, ഒരു ലീഡേഴ്സ് ഈ പ്രദേശത്ത് ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മറന്നുപോയേക്കരുത്. അവിടെ നിങ്ങൾ ജോലിയൊക്കെ വാങ്ങി വലിയ വീണ്ടെടുക്കുമാരാകും. അപ്പോൾ എല്ലാവർക്കും വരണം. അവധിക്കാലത്ത് ഈ സാധനം കാണാൻ വേണ്ടി വരണം. ഫോൺ വിളിച്ചാൽ മാത്രം വരണം. വരുമ്പോൾ എന്തെങ്കിലും ചെറിയ ഗിഫ്റ്റ് കൊണ്ട് കൊടുക്കണം. ഞാൻ ഈ ഗിഫ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, സമ്മാനം കൊടുക്കുന്നത് എന്ന് പറയുന്നത് ഹൃദയം കണക്ക് കൊടുക്കുന്നത് ഒരു ആണല്ലോ. അതുകൊണ്ട് ആ സമ്മാനത്തിന് വേണ്ടിയിട്ടില്ല, സാധനം സ്വീകരിക്കുന്ന ആളെന്ന് എനിക്കറിയാം. പക്ഷേ എന്റെ സന്തോഷത്തിന് വേണ്ടി, ഗുരുത്വത്തിന് വേണ്ടി, അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു പ്രമോഷൻ കിട്ടുമ്പോൾ നിങ്ങൾ ആദ്യം വിളിക്കേണ്ട ഒരാളായിരിക്കണം സാർ. ഇതിന് പിന്നീട് പറയാൻ സൗകര്യമില്ല. അവിടെ സമയം കിട്ടുന്ന ഔട്ടാണ്. അവിടെ നിങ്ങളോട് പറയുന്നത് അപ്പോൾ ഗുരുത്വമുള്ളവരായിരിക്കും, അനുഗ്രഹമുള്ളവരായിരിക്കും. നിങ്ങൾ ഒരുപക്ഷെ വളർന്നു വലിയ ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ ആയിത്തീരും, പോലീസിലും ആർമിയിലൊക്കെ ആയിട്ട്.
അപ്പോൾ ആയിക്കോട്ടെ എവിടെ വളർന്നു, പക്ഷെ നിങ്ങളുടെ വഴി മറന്നു പോകാതെ, നിങ്ങളുടെ വഴികാട്ടിയെ മറന്നു പോകാതിരിക്കാൻ അതെല്ലാം ഫോക്കസ് ചെയ്യുന്ന ഡിജിറ്റൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയിലേക്ക്, ഡിജിറ്റൽ സാറിനുള്ള വ്യക്തിയിലേക്ക് അങ്ങനെ ഉണ്ടാകട്ടെ. ഇതാണ് എനിക്ക് ഡിജിറ്റൽ സാറിന് കൊടുക്കാനുള്ള ആശംസകൾ പറയാനുള്ളത്. സാറേ, ഈ കാലഘട്ടത്തിന് തലത്തിൽ സാറ് ഇവർക്ക് ജോലി കൊടുത്ത് ഇവർ മിടുക്കരായി ഇവരുടെ തലമുറകൾ നന്നായിട്ട് ജീവിക്കുകയും സമൂഹത്തിന്റെ ഭാഗമായി തീരുകയും സമൂഹത്തെ കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്ന കാലത്ത് സാറിന് കിട്ടുന്ന ഒരു പ്രതിഫലമുണ്ട്, സമൂഹം നൽകുന്ന പ്രതിഫലമുണ്ട്. അതായിരിക്കും സാറിന് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരം എന്ന് സ്നേഹവും ഓർമ്മിപ്പിക്കാം. ഞാൻ സാറിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും അങ്ങേയറ്റം അവരോട് നോക്കിക്കാണുന്ന ആളാണ്. അപ്പൊ സാറിന് എല്ലാവരും ആശംസിക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 500 പറഞ്ഞ അപ്പുറമൊന്നുമല്ല, അവിടെ നിന്ന് മുമ്പോട്ട് പോകട്ടെ. സാറ് ഒരു എക്സ്പീരിയൻസ് ആയിക്കൊണ്ടിരിക്കുക, ലോകം മോർണിംഗ് പേജേഴ്സിനെ കുറിച്ച് കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ കൂടുതൽ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. സാറ് ധൈര്യമായിട്ട് പറഞ്ഞിട്ടു, ഇവിടെ നിന്ന് ഒട്ടപ്പോഴൊക്കെ പറഞ്ഞു അതിനൊരു ശത്രുത ഉണ്ടായിക്കൊണ്ട് യാതൊരു ശത്രുക്കൾ ലോകത്തിലെ മഹാത്മാർക്ക് എല്ലാവർക്കും ശത്രുക്കൾ ഉണ്ടായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. സാറിന്റെ കാഴ്ചപ്പാടുകൾക്കനുസരിച്ച് മുമ്പോട്ട് പോവുക. ഈ പേരാവൂർ സമൂഹവും ഈ പ്രദേശം വീട്ടിലുള്ളവരെല്ലാം സാറിന്റെ കൂടത്തിൽ ഉണ്ട്. ആരെങ്കിലും ഒക്കെ വിമർശിക്കാനെങ്കിൽ സാറിനുള്ള ആഗ്രഹിച്ചു പോകുന്നതാണ്. അതുകൊണ്ട് കുറച്ചു പേർക്ക് മാറി വിമർശിക്കട്ടെ, അവർ അവരുടെ തൊഴിൽ ചെയ്യട്ടെ. ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, എന്നെ കുറ്റം പറഞ്ഞാൽ ഞാൻ വലിയ അസ്വസ്ഥനാവാറില്ല, ഞാൻ മാറി ചിന്തിക്കും. ആ പറഞ്ഞ കാര്യമുണ്ടോ ഉണ്ടെങ്കിൽ നമ്മൾ തിരുത്തണം. നമ്മൾ നമ്മളോട് തന്നെ ആദ്യം പറഞ്ഞാൽ നമുക്കൊരു പ്രയാസമില്ല. അതല്ല എന്തെങ്കിലും ഒരു പറഞ്ഞു അച്ഛനെ കുറിച്ച് പറഞ്ഞു അവിടെ ഞാൻ 4 വർഷം കൊണ്ട് യാതൊരു കാര്യമില്ല, അവൻ അവന്റെ കാഴ്ചപ്പാടാണ് പറഞ്ഞത്, സത്യം എനിക്കറിയില്ല. അപ്പോൾ വേണമെങ്കിൽ അവനെ വിളിച്ച് പറയാം, സുഹൃത്തെ നീ പറഞ്ഞ പോലെ നല്ല കാര്യങ്ങൾ ഇങ്ങനെയാണ് കേട്ടോ എന്ന് നമുക്ക് പറയാമല്ലോ. അപ്പോൾ അവിടെ സാറ് ധൈര്യമായിട്ട് മുമ്പോട്ട് പോയിക്കൊള്ളുക, ഇവിടെ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ 100% വിളിക്കുന്ന എല്ലാവരുടെയും ഉറപ്പ് ഞാൻ സാറിന് വേണ്ടി നൽകുകയാണ്. ഒരു കൂടി നിങ്ങൾക്ക് എല്ലാവരും ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദനമാണ്. ഞാൻ ഇപ്പോൾ നിങ്ങൾ വിജയപീഠത്തിൽ വളരെ സ്കോർ ഉയർത്തിയിരിക്കുന്നത് അതറിയാം. ഈ സ്കോർ ഉയർത്തിയിരിക്കുക എന്ന് പറയുന്നത് ഉയർത്തിയിരിക്കാനുള്ള അഭിമാനമാണ്, ആത്മാഭിമാനമുള്ളവർക്ക് വിജയിച്ചവർക്ക് പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് വിളിച്ചാൽ നടത്തുന്ന എനിക്ക് അസൂയോടെ പോകുന്ന കാര്യമാണ് സാറിന്റെ സ്കോർ എപ്പോഴും ഉയർത്തുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഇരിക്കുന്ന എല്ലാവരും അങ്ങനെയാണ് ഇരിക്കുന്നത്. പക്ഷേ ഇതിനു മുമ്പ് ഞാൻ പല സ്ഥലത്ത് വെച്ചിട്ടുള്ള പല രീതിയിൽ കണ്ടിട്ടുണ്ട്. നിങ്ങൾ തളർന്നു കുത്തി മടിച്ച് നേരത്തെ ക്ഷണിച്ച് വിശന്ന് ഇതിനെ നടത്തുന്നത് ഓടുന്നതും കാണുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഉദ്ദേശിച്ചാന്ന് പറഞ്ഞതിന്റെ ബാക്കി ചേർത്ത് വെച്ച് പറയാൻ ആഗ്രഹിക്കാം. അധ്വാനിക്കുന്നവർക്ക് ഹാർഡ് വർക്ക് ചെയ്യുന്നവർക്ക് വിജയിക്കുവാൻ ഒരു ദിവസം ബൈബിളിൽ സുഭാഷിതങ്ങളുടെ ഗ്രന്ഥത്തിൽ പറയുന്ന മനോഹരമായ ഒരു കാര്യമുണ്ട്. അവർ വിത്ത് ചുമന്ന് വിഷാദിച്ച് നടക്കുന്നു, അവർ തട്ട് ചുമന്ന് സന്തോഷത്തോടെ തിരികെ വരുന്നു എന്നാണ്. വിത്ത് വെച്ചിട്ട് പോകുന്നവർക്ക് ഇത് കിളുക്കുവോ എന്താ ആകെപ്പാടെ പ്രയാസമാണ്. പക്ഷേ ഇത് കട്ട് ചുമന്ന് വരുന്നവർക്ക് വലിയ സന്തോഷമാണ്. നിങ്ങൾ അതുപോലെ കട്ട് ചുമന്നുകൊണ്ട് വരുന്ന ദിവസങ്ങളാണ് ഇതേക്കുറിച്ച് കുറിച്ച് അഭിമാനം. നിങ്ങൾ നിങ്ങളുടെ പലയിടത്തും കഴിഞ്ഞതെല്ലാം കഴിഞ്ഞ് നിങ്ങൾ ജോലിയിൽ കയറി കഴിഞ്ഞ് കഴിയുമ്പോൾ യൂണിഫോം ഇതിനെ വരണം, വന്ന് ഞങ്ങളെ കാണാം. അത് അഭിമാനം ഈ വണ്ടിയിൽ കൂടി വന്നു പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ സാന്നിധ്യം ഞങ്ങൾ ആസ്വദിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ അഭിമാനത്തോടെ നിങ്ങളെ കാണുന്നു. സാർ സൂചിപ്പിച്ചതുപോലെ, പഞ്ചായത്ത് സൂചിപ്പിച്ചതുപോലെ സമൂഹത്തിന്റെ നല്ല മക്കളായിട്ട് നല്ല പൗരന്മാരായിട്ട് നിങ്ങൾക്ക് മാറാനായിട്ട് സാധിക്കും. അങ്ങനെ ആയിരിക്കണം. അതിനെ ഇവിടുത്തെ ട്രെയിനിങ് ഒക്കെ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരും വലിയ സന്തോഷമാണ്. ഞാൻ പ്രത്യേകിച്ചു കാരണം ഈ ഗ്രൗണ്ടിലാണ് ആധികാരികമായിട്ട് നിയമപരമായിട്ടൊക്കെയാണ് ഞാൻ മാനേജറിനുള്ള സ്ഥാനത്ത് ഗ്രൗണ്ടിന്റെ ഉപയോഗമായിട്ട് ഞാൻ നീതി കിട്ടുന്നത്. ഞാൻ എൻ്റെ അഭിപ്രായം പറയുകയല്ല. അപ്രകാരം ഒരു സ്ഥലത്ത് നിങ്ങളത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇത്രമാത്രം വിജയം നേടുന്നുള്ള വലിയ സന്തോഷം ഞാൻ നിങ്ങൾ പ്രകടിപ്പിക്കുന്നു. നിങ്ങൾ മിടുക്കായ ജോലികൾ കിട്ടിക്കഴിഞ്ഞാൽ ഗ്രൗണ്ടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. നിങ്ങളുടെ പിന്നിന് വേണ്ടിയിട്ടല്ല പറഞ്ഞത്. നിങ്ങളുടെ ശരീരത്തിൽ കൊണ്ടൊന്നും ആകത്തുമില്ല. പക്ഷെ നിങ്ങളുടെ വേറെ വേണ്ടിയാണ് എന്തെങ്കിലും ഒരു കൊച്ചിതായി ഒരു ബെഞ്ചായിരിക്കും വേണ്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് അഭിമാനത്തോടെ പിന്നെ വന്ന് പറയാനായിട്ട് സാധിക്കും. ചിന്തിക്കരുത്. പ്രിയപ്പെട്ട മാതാപിതാക്കൾ, നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ കറക്റ്റ് സ്ഥലത്ത് അവതരിപ്പിക്കുന്നു. ഉദ്ദേശിച്ചാറിന്റെ കാര്യങ്ങളിലാണ് അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് വിജയം നിങ്ങൾക്കുണ്ട്. ഇവരുടെ കൂടെ അധ്വാനിക്കുന്നവര് ധാരാളം കുട്ടികളുണ്ടാണ്. ഞാൻ പള്ളിയിൽ നിന്ന് നോക്കുമ്പോൾ അതേ ഓടുന്നവരാണ് എനിക്ക് രാവിലെ. അപ്പോൾ ആ ഓട്ടം കാണുമ്പോൾ ഞാൻ നിങ്ങളോട് പ്രാർത്ഥിക്കാറുണ്ട്, അല്ലെങ്കിൽ പ്രാർത്ഥിക്കാറുണ്ട് വിജയം കിട്ടട്ടെ എന്നുള്ളത്. അതുകൊണ്ട് ഇവരിൽ ഈ വിജയങ്ങളൊക്കെ ഇരിക്കുമ്പോൾ ബാക്കിയുള്ളവരെല്ലാം ഒരു പ്രചോദനമാണ്, ഉത്സാഹമാണ്, നിറവാണ്. നന്നായിട്ട് അധ്വാനിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരിക്കൽ കൂടി ഒരു വാക്കുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നത്. അതൊന്നുമല്ല, അധ്വാനിക്കാൻ മനസ്സുണ്ടോ
വിജയം നിങ്ങളുടെ പരിപാടികൾ. താങ്ക് യു. ശത്രുത ഉണ്ടാവും. യേശു പീഡാസനം വഴി മരിച്ച് ഉദ്ധിതനാവുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം വലുതാണ്. ആ തിരക്കിനിടയിലുമാണ് അച്ഛൻ്റെ ഓടിയെത്തിയത്. ചില ആളുകൾക്ക് ദാർശനികത ഉണ്ട് എന്ന് പറയാറുണ്ട്. അതൊരു സംഭവം ഞങ്ങളുടെ അനുസ്മരിക്കാതിരിക്കാൻ കഴിയില്ല. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ദേവാലയത്തിൽ ദിവിലിക്ക് ശേഷം അച്ഛൻ പറഞ്ഞു, ധാരാളം വാഹനങ്ങളുണ്ട്, സാവകാശം പോകണം, അപകടങ്ങൾ വരുത്തി വയ്ക്കരുത്. പക്ഷെ എന്തോ അവിടെ പുള്ളിയുടെ കർമ്മങ്ങൾക്ക് ശേഷം തിരിച്ചു പോയ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. അതങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. പക്ഷേ ചില ആളുകൾക്ക് ദാർശനികതയുണ്ട്. അവരുടെ അച്ഛനൊക്കെ പറഞ്ഞതുപോലെ, മുഖ്യസാ പറഞ്ഞതുപോലെ, വല്യാദിവസമൊക്കെ പറഞ്ഞതുപോലെ നമ്മൾ പല കാര്യങ്ങളെ ശ്രദ്ധിച്ച് സഞ്ചരിച്ച് മുന്നോട്ട് പോകണമെന്ന് മാത്രം സൂചിപ്പിക്കുകയാണ്. ഒരുപാട് കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും ഈസ്റ്ററിന്റെ മംഗളങ്ങൾ സ്നേഹവും ആശംസിക്കുന്നു. എനിക്ക് വൈകിട്ട് ഏറ്റവും തിരക്കുള്ള 2 ദിവസം പോകുന്നതാണ് ഈസ്റ്ററിന്റെ തലേന്നും ക്രിസ്മസിന്റെ തലേന്നും. അതുകൊണ്ട് ഞാൻ പോവുകയാണ്. ആചരണം ആശ്രയത്തെ ഡോക്ടർ ബാലകൃഷ്ണൻ അരച്ചേരി ആ കുട്ടിയുടെ മാതാപിതാക്കളുണ്ടോ? കുട്ടിയുടെ മാതാപിതാക്കളുണ്ട്. ഒരിക്കൽ കൂടി നല്ലൊരു അമ്മയുടെ സന്തോഷം എത്രമാത്രം വലുതാണോ എന്ന് നമുക്ക് അറിയാം. താങ്ക് യു അച്ഛ, താങ്ക് യു ആശ്രയ. വേണ്ടി കൊടുക്കുന്നത് സെക്ഷൻ കിട്ടിയിരിക്കുകയാണ്. ഇനിയുള്ളതായി വേറെ സെക്ഷൻ കിട്ടും. അവിടെ നിൽക്കണ്ട. യെസ്, ഇതാണ് എൻട്രൻസ് അക്കാദമിയുടെ മെജൂറി എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഏത് മേഖലയിലേക്ക് പ്രകടനം ചെയ്യാനായിട്ട് ശ്രമിക്കും. ഇവിടെ ആശംസകൾ അർപ്പിക്കുന്ന ലോകത്തിൻ്റെ നായകൻ ശ്രീകുട്ടിയേട്ടൻ, ഈ വേദിയെ തെരഞ്ഞെടുക്കിയ വിശിഷ്ട വ്യക്തിത്വങ്ങൾ, പ്രിയപ്പെട്ട സഹോദരി സഹോദരൻ, കുട്ടിയേട്ടൻ ഒരുപാട് ആളുകളുടെ ആശംസകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഇതൊരു ആദ്യമായിട്ട് തുടങ്ങുന്നതാണ്. കഴിഞ്ഞ കുറേ കാലമായി കുട്ടിയേട്ടൻ ജീവിതത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ് ഈ അനുഗ്രഹ പ്രഭാഷണങ്ങൾ എല്ലാം തന്നെ. ഒന്നിലധികം ഘട്ടങ്ങളിൽ ഇതിൽ പങ്കെടുക്കാനുള്ള സൗഭാഗ്യവും എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, കേരളത്തിൽ ആയിരക്കണക്കിന് റിട്ടയർ ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ആയിരക്കണക്കിനല്ല ലക്ഷക്കണക്കിനുള്ളവരുടെ ലക്ഷക്കണക്കിന് ഉദ്യോഗസ്ഥന്മാരുണ്ട്. അതിലെൻ്റെ ഒരു കുട്ടിയത്തിന് മാത്രം എങ്ങനെ ഒരു നിയോഗം എന്ന് ചോദിച്ചാൽ മനസ്സ് നന്നാവണം എന്നുള്ളതാണ് അതിനുള്ള ഏറ്റവും നല്ല ഒരു ഭാഗ്യമാണ്, ഒരു സൗഭാഗ്യമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഈ തൊണ്ടിയെപ്പറ്റി ഓർക്കുമ്പോൾ തൊണ്ടിയിൽ ഏറ്റവും കൂടുതൽ ഓർക്കുന്ന ഒരു പേര് അന്തരിച്ചിട്ടും ജിമ്മിക്കാർക്കിൻ്റെ പേരാണ്, അല്ലെങ്കിൽ ആ കുടുംബത്തിൻ്റെ പേരാണ് നമ്മളൊക്കെ മനസ്സിൽ ഓർത്തു വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട പേര്. ഇന്ന് ആ പേരിനോടൊപ്പം ഓർക്കുന്ന ഒരു പേരാണ് കുട്ടിയേട്ടൻ്റെ. കുട്ടിയേട്ടൻ സ്പോർട്സിൽ ഒരു വൻ വിജയം നേടി എന്നുള്ളതുകൊണ്ടല്ല, 500-ലധികം ആളുകളെ ഇന്ന് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ സർവീസുകളിൽ എത്തിക്കാൻ കഴിഞ്ഞ അപൂർവത തീർച്ചയായിട്ടും ശ്ലാഘനീയമാണ്. നേരത്തെ അച്ഛൻ പറഞ്ഞ പോലെ ആയിരുന്നല്ല, 10,000-കണക്കിന് ആളുകൾ പണ്ട് ഒരു ഏറ്റവും വലിയ ഭാഗ്യമുണ്ട് എന്ന് അമ്മൻ വിജയമാറ്റോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു ഉത്തരം, പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ
ഇല്ലാതായിരുന്നുവെങ്കിൽ എന്നതാണ് എൻ്റെ ആഗ്രഹം എന്നതാണ്. ബഹുമാന്യനായ കുട്ടിയച്ഛൻ അങ്ങനെ ഒരു ഭാഗ്യം സംസാരിച്ചുകൊണ്ടിരിക്കുന്നതല്ല, ഇതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ വെച്ച് കുഴഞ്ഞു വീഴാനുള്ള സൗഭാഗ്യം കൂടി കുട്ടിയച്ഛന് ദൈവം നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതൊരു വലിയ സൗഭാഗ്യമായിരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം. കാരണം ആയിരക്കണക്കിന് ആളുകൾ അതിനു മുമ്പ് രക്ഷപ്പെട്ടു പോകും എന്ന കാര്യത്തിന് ഒരു സംശയമില്ല. എല്ലാവിധ ഭാവങ്ങളും തൊണ്ടിയിലെ വാർഡ് മെമ്പറായിട്ടുള്ള രാജു ജോസഫ് അവരുടെ സ്നേഹിക്കുന്നു. മറ്റു വിശിഷ്ട വ്യക്തികൾ എൻ്റെ മുമ്പിലിരിക്കുന്ന ബഹുമാനിയുടെ സുഹൃത്തുക്കൾ, ഇവിടെ എനിക്ക് സംസാരിച്ചവരെല്ലാം പറഞ്ഞതുപോലെ തന്നെ കുട്ടിച്ചൻ എന്ന വ്യക്തിത്വത്തെ നമ്മൾ കാണുന്നത് രണ്ടു തരം ആളുകളെയാണ് നമ്മൾ പൊതുവെ കാണുന്നത്. ഒന്ന്, നമ്മുടെ സ്വന്തം കാര്യങ്ങളെല്ലാം, നമ്മുടെ കുടുംബത്തിൻ്റെ കാര്യം, വ്യക്തിപരമായ നമ്മുടെ കാര്യങ്ങളെല്ലാം നോക്കി താനും താൻ ഉൾപ്പെടെയുള്ള കുടുംബവും മാത്രം സന്തോഷകരമായി കഴിയുന്ന ഒരവസ്ഥയ്ക്ക് വേണ്ടിയാണ് നമ്മുടെ ആളുകൾ പേര് അധ്വാനിക്കുന്ന പ്രയത്നിക്കുന്നത്. മറ്റൊരു കൂട്ടർ അതോടൊപ്പം തന്നെ താൻ ഉൾപ്പെടുന്ന സമൂഹത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്, നന്മകളോട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അത്തരത്തിൽ ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചതുപോലെ തൻ്റെ റിട്ടയർമെന്റിന് ശേഷം അദ്ദേഹം പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ ഉല്ലാസയാത്രകൾ, കുടുംബത്തോടൊപ്പം ചെലവഴിക്കാവുന്ന നിമിഷങ്ങൾ എല്ലാം തന്നെ ത്യജിച്ചുകൊണ്ട് ഈ സമൂഹത്തിന് അനേക കുടുംബങ്ങൾക്ക്, വ്യക്തികൾക്ക് വേണ്ടി നന്മ പ്രവർത്തിച്ചുകൊണ്ട് ഈ പേരാവൂർ എന്ന് പറയുന്ന ഈ കൊച്ചു ഗ്രാമത്തിൽ അദ്ദേഹത്തിൻ്റെ സർവീസിന് ശേഷം അദ്ദേഹം ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നു. അത്തരം പ്രയത്നിക്കുന്ന ആളുകളെ എനിക്ക് മുമ്പോട് സൂചിപ്പിച്ചതുപോലെ തന്നെ ദേശശരീരരായ പലരെയും ഓർമ്മയിൽ വെക്കുന്നത് പോലെ തന്നെ അവരോടൊപ്പം ചേർത്ത് നിർത്തപ്പെടും എന്നുള്ളതാണ് കാലം തെളിയിച്ചിട്ടുള്ളത്. അത്തരത്തിൽ ഈ തൊണ്ടി പ്രദേശത്തിന് പേരാവൂരിൽ ഏറ്റവും അഭിമാനപൂർവ്വം ഇപ്പോഴും ഇനിയും എന്നും ഓർത്തിരിക്കാവുന്ന ഒരു വ്യക്തിത്വമാണ് കുട്ടിച്ചൻ സാർ എന്ന് പറയുന്നതിൽ ഈ വാർഡിന്റെ മെമ്പർ എന്ന നിലയിൽ വലിയ ഒരു നാട്ടുകാരൻ എന്ന നിലയിൽ എനിക്ക് അഭിമാനമാണ്. എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ഈ 15 വരെ കാണുമ്പോൾ ഞാൻ ഇപ്പോൾ എനിക്കൊരു ജോലി ഉള്ളതുകൊണ്ടാണ് എൻ്റെ കുടുംബം അത്യാവശ്യം വേറെപ്പെട്ട ജീവിതത്തിൽ ജീവിച്ചത്. ആ ജോലിയുടെ വില മനസ്സിലാക്കിയതാണ് ഞാൻ ഒരു പ്രവർത്തനം നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ 15 ആളുകൾ, 15 കുടുംബമാണ് രക്ഷപ്പെടുന്നത്. ഇനി ഇവരെ ആശ്രയിച്ച് ജീവിക്കുന്ന ഇവരുടെ പങ്കാളികൾ വരുമ്പോൾ അവരും ഇവരോടൊപ്പം ആശ്രയിച്ച് ജീവിക്കുന്ന മുമ്പോട്ട് പോകും. അപ്പോൾ അത്തരത്തിലുള്ള നല്ല സേവനങ്ങൾ ചെയ്യുന്ന പിടിച്ച സമയം പോലെ ഉള്ള ആളുകൾ ഇനിയും നമ്മുടെ പൊതുസമൂഹത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. അദ്ദേഹത്തിന്റെ ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും എല്ലാവിധ സപ്പോർട്ടും ചെയ്യുന്നു. നിങ്ങൾ ഓരോരുത്തർക്കും ഏറ്റവും കൃത്യമായ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ ഇവരൊക്കെ നമുക്ക് നല്ല പ്രതീക്ഷയാണ്, അഭിമാനമാണ്. രാജീവ് സാറിന് ആശംസ സ്നേഹം നിറഞ്ഞ ഈ മഹനീയ ചടങ്ങിൽ എൻ്റെ ഉദ്ഘാടകനായ നമ്മുടെ എല്ലാം പഞ്ചായത്ത് പ്രസിഡന്റ് നല്ലവരായ കായിക ശ്രേഷ്ഠതയുള്ള, കായിക ക്ഷമതയുള്ള കുട്ടികളെ, സഹോദരി സഹോദരങ്ങൾ, ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. കാരണം നമുക്കുണ്ടായ ഒരു മരമാണ്. ആ മരം വെയിലത്ത് നട്ടാൽ ആ മരം വാടി. ആ നട്ട മരത്തിന് വെള്ളമൊഴിച്ചാൽ ആ മരത്തിൽ എന്തുണ്ടാവും? പച്ച ഇലയോട് കൂടിയുള്ള ഇതളുകൾ, ശിഖരങ്ങളുണ്ടാവും. ആ ശിഖരങ്ങളാണ് ഇന്നിവിടെ ഇരിക്കുന്ന കുട്ടിച്ചൻ സാറിൻ്റെ നല്ല കുട്ടികൾ. നമുക്കറിയാം ആ കുട്ടികളുടെ ശിഖരങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്കുള്ള ഒരു തളർന്നു വരുന്ന ഒരു പച്ച ഇലകളോട് കൂടിയുള്ള കുട്ടികളായി വരും. ആ ഇലകൾ എപ്പോഴും കുട്ടിച്ചൻ സാർ ഈ ഇലകൾ കൊഴിഞ്ഞു പോകുമ്പോൾ വീണ്ടും ആ
സാർ 500-600 പേര് ഒരു സർവീസ് നമ്മുടെ ഗവൺമെന്റ് ജോബിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നാടിന് ഇത്രയും ഒരു മുതൽക്കൂട്ട് നമ്മുടെ സമൂഹത്തിന് കൊടുക്കാൻ കഴിയുക എന്നത് ഒരു മഹത്തായ ഒരു തീരുമാനം. ആ മഹത്തായ മാറ്റത്തിന് ഞാൻ പറയുന്ന കുട്ടിച്ചൻ സാറിനെ ഇനിയും കുട്ടിച്ചൻ സാർ ഉള്ളിടത്തോളം കാലം തൊണ്ടിയിൽ നിന്ന് ഒരുപാട് കുട്ടികൾ സർവീസ് മേഖലയിലേക്ക് വന്ന് നമ്മുടെ നാടിനെ മാറ്റിയെടുക്കാൻ സാധിക്കുന്ന ഒരു സമൂഹം നമുക്കുണ്ടാവും. എനിക്ക് തോന്നുന്നു കുട്ടിച്ചൻ സാറിന്റെ ആ സിസ്റ്റം നമുക്കറിയാം. പോലീസിന് ഞങ്ങളൊക്കെ ട്രെയിനിങ് കഴിയുമ്പോൾ ഞാൻ ചോദിച്ചു ആരൊക്കെ ഇന്നലെ ക്ഷണിക്കാൻ വന്നപ്പോൾ ഞാൻ ചോദിച്ചൊരു ചോദ്യം, ആരാണ് പോലീസിലേക്ക് വരുന്നത്? രണ്ടുപേരുണ്ടെന്ന്. അപ്പൊ അവര് വരുമ്പോൾ നമുക്കറിയാം ട്രെയിനിങ് സമയത്ത് ഇനി വലിയൊരു കഷ്ടപ്പാടുണ്ടാവാൻ സാധ്യതയില്ല. കാരണം അതിന്റെ ബേസ് കിട്ടി, ഇതേപോലെ അതിന്റെ അടിസ്ഥാനം കിട്ടി. ആ അടിസ്ഥാനം നിങ്ങളൊരു പക്ഷേ ബെസ്റ്റ് ഇൻഡോർ നല്ലൊരു ഇൻഡോറായിട്ട് മാറാൻ സാധിക്കും. അതിനൊരു മുതൽക്കൂട്ടാണ്, ഒരു ബേസാണ് കുട്ടികൾ സാധിക്കുന്നത്. പക്ഷേ വേറെ കാര്യം ഞാൻ പറയാം, ഈ കുട്ടികൾ സാറിന് ഇത്തരത്തിലുള്ള കായികക്ഷമത, കായിക രീതി, കായിക സിസ്റ്റം നിങ്ങളെ കൊണ്ടുവരുന്നത് ഈ വളർന്നു വരുന്ന സമൂഹത്തിന് 10-16 വയസ്സൊക്കെ തുടങ്ങുമ്പോൾ മറ്റ് ലഹരി ഉൽപ്പന്നങ്ങളിലേക്ക്, മറ്റ് ലഹരിയിലെ ലഹരികൾക്ക് അടിമപ്പെടാതെ ഒരു കായികക്ഷമത വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കുന്ന രീതിയിലേക്ക് മാറ്റാൻ സാധിക്കും. അത് നമ്മുടെ സമൂഹത്തിൽ നമുക്കറിയാം. ഞാൻ ഇവിടെ വന്നപ്പോൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ലഹരി ഉപയോഗിക്കുന്നത്, പക്ഷേ നമ്മുടെ മേഖലയിൽ ഞാൻ ഈ പറയുന്ന കുട്ടികളെ എല്ലാവരും ചെക്ക് ചെയ്യാറുണ്ട്. ചെക്ക് ചെയ്യുമ്പോൾ അവരെടുത്തൊന്നും ഈ രീതിയില്ല. പക്ഷേ ഇതിൽ നിന്നും മാറി ഈ കുട്ടികളെ ഈ കായികക്ഷമത നോക്കാതെ, ശരീരത്തെ നമ്മുടെ അധ്വാനം കായികം നോക്കാതെ, നമ്മുടെ ശരീരം നോക്കാതെ വെറുതെ ഇരുന്ന് മൊബൈൽ കളിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തില് കുട്ടികൾ നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാം ഒരു വശത്ത് നമ്മൾ കാണുന്ന കായികക്ഷമത നമ്മുടെ സമൂഹത്തിന് ഇതൊരു മുതൽക്കൂട്ടാണ്, ഇതൊരു മാതൃകയാണ്. ഇത് എനിക്ക് തോന്നുന്നത് കണ്ണൂർ ജില്ലയിൽ മാത്രമല്ല, ഈ കേരളത്തിലെ ഈ കുട്ടികൾ സാർ നടത്തുന്ന റിട്ടയറായ പോലീസ് ഉദ്യോഗസ്ഥൻ കേരളത്തിലെ നമ്പർ 1 ആണ് എന്നതിൽ യാതൊരു സംശയമില്ല. ആ രീതിയിലുള്ള മാറ്റം നമ്മുടെ സമൂഹത്തിന് ഒരു മുതൽക്കൂട്ടായി കൊണ്ടുവരാൻ കുട്ടികൾ സാറിന് സാധിക്കുന്നുവെങ്കിൽ, ഞാൻ കുട്ടികൾ സാറിന് ഇവിടെ വന്ന സമയത്ത് 2018 വന്നപ്പോൾ ഞാൻ നിങ്ങളുടെ കൂടെ ഒരു 2-3 വർഷം കാലം ഞാനുണ്ടായിരുന്നു ഇവിടെ CA സമയത്ത്. പാർട്ടികളൊക്കെ ഒരുപാട് ആൾക്കാർ രക്ഷപ്പെട്ടു. പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നതാണ് നമ്മുടെ ചെറുപ്പം, നമ്മുടെ മനസ്സിന്റെ ചെറുപ്പം. നമ്മുടെ ചെറുപ്പം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സാണ്. ആ മനസ്സ് ശരീരമല്ല. ആ ശരീരമല്ലാത്തതിന്റെ ഉദാഹരണമാണ് കുട്ടികൾ സാറ് വർഷങ്ങളായിട്ട് ഇപ്പോഴും ആ യുവത്വം നിലനിർത്താൻ സാധിക്കുന്നത് കായികക്ഷമതയാണ്. ആ കായികക്ഷമത ഒരു മുതൽക്കൂട്ടായി ഇനിയുള്ള കാലത്തും നിങ്ങൾക്ക് വളർന്നു വരുന്ന കുട്ടികളെ കൂടി ഇതിലേക്ക് കൊണ്ടുവന്ന് അവരെയും കൂടി മാറ്റി നമ്മുടെ സമൂഹത്തിന് ഇത്തരത്തിലുള്ള ജോബിലേക്ക് കൊണ്ടുവരാൻ, ഒരു ജോലി മാത്രമല്ല, എല്ലാവർക്കും ജോലി കിട്ടണമെന്നില്ല. പക്ഷേ നമ്മുടെ സമൂഹത്തിന് ഒരു സിസ്റ്റം, ഒരു സംവിധാനം നമ്മുടെ വീടുകളിൽ, നമ്മുടെ സമൂഹത്തിന് ഒരു പകർന്നു കൊടുക്കാൻ ഒരു സാധിക്കുന്ന തരത്തിലുള്ള ഒരു മാറ്റം നമുക്കുണ്ടാക്കിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം ചെയ്യുക. അതുപോലെ തന്നെ ജനപ്രതിനിധികളായ ഊന്നി നമ്മുടെ പരമത്തെ സജീവ് സാർ, അതുപോലെ തന്നെ വേദിയിൽ ശാസ്ത്രീയ വിജ്ഞാനം ഇന്നത്തെ അനുഭവം ഏറ്റുവാങ്ങി നാളെ സർവീസിലേക്ക് പോകുന്ന നമ്മുടെ 15 പേരോളം പഠിപ്പുണ്ട്. അതോടൊപ്പം തന്നെ ഇതിനു മുമ്പും നമ്മുടെ കായിക താരങ്ങൾക്ക് സർവീസിലേക്ക് വേഷം കൊടുക്കുന്ന സമയങ്ങൾക്കൊക്കെ നമ്മളെ ക്ഷണിക്കുകയും അവർക്ക് ആശംസ പറയുകയും ചെയ്തിട്ട് നമ്മൾ എങ്കിലും കുട്ടിസാറിൻ്റെ മുന്നോട്ടുള്ള അഭിപ്രായത്തിൽ ഒരു 1000 പേരുള്ളത് അതിനപ്പുറം കിടക്കുന്നതെന്ന് നമുക്ക് സംശയമില്ല. അതിനുള്ള ആരോഗ്യവും എല്ലാ അദ്ദേഹത്തിനുണ്ട്. ഇനിയുള്ള ഭാവി പ്രവർത്തനങ്ങളിൽ അദ്ദേഹത്തിന് കഴിയട്ടെ. ഈ കുട്ടികൾക്ക് ഭാവി നല്ല സ്ഥാനക്കയറ്റങ്ങൾ കിട്ടി അവരിനി ഈ ചുറ്റി പ്രദേശങ്ങളിൽ തിരിച്ചെത്തി നമ്മുടെ പ്രദേശങ്ങളൊക്കെ ഒരു അനുഭവം മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. വളരെ അഭിമാനകരമായ ഒരു വിഷയമാണ്. കാരണം ഈ നമ്മുടെ മുന്നിലിരിക്കുന്ന 15 കുട്ടികൾ അവർ വരും ദിവസങ്ങളിൽ നമ്മുടെ ഭാരതത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ അഭിമാന താരങ്ങളായി മാറാൻ പോകുക, അഭിമാന
ഈ പ്രിയപ്പെട്ട മക്കളോട് കുട്ടികളോട് പറയാനുള്ളത്, നിങ്ങൾ കുട്ടിച്ച സാറ് ചെയ്യുന്ന സേവനം അച്ഛനും അതുപോലെ ബഹുമാനപ്പെട്ട പ്രസിഡന്റൊക്കെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ജീവിതകാലം നിങ്ങളുടെ മരണം വരെ കുട്ടിച്ച സാറേയും അതുപോലെ തന്നെ അദ്ദേഹം ചെയ്തതൊന്നും നന്മയെയും നിങ്ങൾ ഓർക്കുക. നിങ്ങളുടെ കുടുംബാംഗങ്ങളിൽ നിന്ന് നിങ്ങളുടെ വീടിന്റെ പരിസരത്തുള്ള ഓരോ കുട്ടികളെയും അവരെ +2 കഴിഞ്ഞു കഴിഞ്ഞാൽ തൊണ്ടി പ്രദേശത്തേക്ക് നിങ്ങൾ തീർച്ചയായും പറഞ്ഞുകൊടുക്കുക. കുട്ടിച്ച സാർക്ക് ഒരു സംശയവും വേണ്ട. കാരണം തൊണ്ടി സ്വദേശത്ത് താമസിക്കുന്ന ഒരു കുടുംബമെന്ന നിലയിൽ തീർച്ചയായിട്ടും എനിക്ക് പറയാൻ സാധിക്കും, ഒരു കാരണവശാലും കുട്ടിച്ച സാറെ ഒരു കുട്ടി പോലും അംഗീകരിക്കാതിരിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ കഴിവുകളെ, അദ്ദേഹത്തിന്റെ ഈ കഠിന അധ്വാനത്തെ ഈ കുട്ടികളെ ജോലിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹം ശ്രമിക്കുന്ന പരിശ്രമങ്ങളെ അഭിമാനത്തെയും അതുപോലെ തന്നെ ഏറെ പ്രതീക്ഷകളും ആണ് തൊണ്ടിയിലുള്ള അതുപോലെ പേരാ ഗ്രാമപഞ്ചായത്തുള്ള ഈ പ്രദേശത്തുള്ള ഓരോ നാട്ടുകാരും വീക്ഷിക്കുന്നത്. നമ്മുടെ തൊണ്ടിയെ സംബന്ധിച്ചിടത്തോളം പല ഭാഗങ്ങളിൽ നിന്നും കുട്ടികൾ ഈ നാട്ടിലേക്ക് വരുമ്പോൾ ഓട്ടോറിക്ഷ ഡ്രൈവർമാരായാലും അതുപോലെ പൊതുരംഗത്ത് നിൽക്കുന്നവരായാലും കച്ചവടക്കാർക്കൊക്കെ ഒട്ടനവധി മാറ്റങ്ങളാണ് ബിസിനസ് പരമായിട്ടൊക്കെ ഉണ്ടാകാൻ പോകുന്നത്. സാറ് പറഞ്ഞതുപോലെ സ്ത്രീകളെ സംബന്ധിച്ച് പെൺകുട്ടികളെ സംബന്ധിച്ചിട്ട് ബുദ്ധിമുട്ടുണ്ട്. നമ്മുടെ കഴിഞ്ഞൊരു സർക്കാരിനെ പറ്റി സംസാരിക്കുന്നത് തീർച്ചയായും നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവരെ കൊണ്ട് പറ്റുന്നത് പോലെ സാറിനെ സഹായിക്കാനും ഈ കുട്ടികളെ സഹായിക്കാനും നമ്മൾ മുന്നിട്ടിറങ്ങുന്നത് ഈ അവസരത്തിൽ പറയുന്നു. എല്ലാവിധ ആശംസകളും നേരുന്നു. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഒരു ഈസ്റ്റർ ആശംസകളും കൂടി നേർന്നു നിൽക്കുന്നു. ഒരുപാട് പ്രവർത്തനങ്ങൾ, നന്മ പ്രവർത്തികൾ, കായിക രംഗത്ത്, കലാരംഗത്തും മറ്റ് സാമൂഹിക രംഗത്തൊക്കെ പ്രവർത്തിച്ചിരിക്കുന്ന അദ്ദേഹം ഇപ്പോൾ ആശംസകൾ നേരുന്നതാണ്. വിമൽ എന്ന വേദിയിലേക്ക് വരും. വിമൽ സാർ ഈ ചടങ്ങിലെ അധ്യക്ഷൻ ആദരണീയനായ ശ്രീ കുട്ടിച്ച സാറ്, ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത പേരാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ CP വേണുഗോപാൽ, ഈ ചടങ്ങിന് അനുഗ്രഹ പ്രഭാഷണം നടത്തിയുള്ള പള്ളിയിലെ വികാരിയച്ഛൻ ഷാജിയച്ഛൻ, പേരാവൂർ വ്യക്തിത്വങ്ങൾ, ഇതുപോലെയുള്ള ഒരു ചടങ്ങിൽ നടത്തുമ്പോൾ വളരെ സന്തോഷമുണ്ട്. നമുക്കറിയാം 551 പേർക്ക് കേരളത്തിൽ പുറത്തും ജോലി കിട്ടിയതോടെ നമുക്കെല്ലാം സന്തോഷിക്കാൻ കഴിയുന്ന, വലിയ ആഹ്ലാദിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. മറ്റൊരു വ്യക്തികൾക്ക് കഴിയാത്ത രീതിയിലുള്ള നല്ല രീതിയിലുള്ള പ്രവർത്തനം അച്ചടക്കത്തോടുകൂടി കൃത്യതയോടുകൂടി ശ്രീ കുട്ടിച്ച സാറ് റിട്ടയർഡായ ശേഷം അദ്ദേഹത്തിൻ്റെ വിശ്രമ ജീവിതമെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഇതിനെ മുന്നിട്ടിറങ്ങിയതിൻ്റെ ഭാഗമായിട്ടാണ് ഇതുപോലെ ചെറുപ്പക്കാർക്ക് ജോലി മേടിച്ചു കൊടുക്കാൻ. ചെറുപ്പക്കാരെ ഇന്ന് നമുക്കറിയാം, നമ്മുടെ സമൂഹത്തെ വലിയ വെല്ലുവിളി നേരിടുന്ന മയക്കുമരുന്നും മദ്യമൊക്കെയുള്ള ഈ സമൂഹത്തിൽ നിന്ന് കായിക രംഗത്ത് വളർത്തിക്കൊണ്ടുവന്ന് സർക്കാർ തലത്തിൽ അവരെ ജോലി നേടിക്കൊടുത്തുകൊണ്ട് അവരെ നേർവഴിക്ക് നയിക്കാൻ കഴിയുന്ന ഒരു വലിയ വ്യക്തിത്വമാണ് കുട്ടിച്ച സാറ് എന്ന് അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇന്നിവിടെ കൂടിയിട്ടുള്ളത്. ആ ചടങ്ങിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ്. ഇത് മാത്രമല്ല, നമുക്കറിയാം നമ്മുടെ പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരുപാട് അതുപോലെ മറ്റുള്ള പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഏറ്റവും ആദ്യം എത്തുന്നത് കുട്ടിസാറിൻ്റെ ഇടയിലുമാണെന്നുള്ളത് യാതൊരു തർക്കവുമില്ല. ഈ സമൂഹത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ വിശ്രമ ജീവിതത്തിൽ ഒരുപാട് നല്ല പ്രവർത്തനം നടത്തുന്നുണ്ട്. ആ പ്രവർത്തനത്തിലെല്ലാം ഈ നാട്ടിലുള്ള നല്ലവരായ ജനങ്ങളുടെ പിന്തുണ ഉണ്ടാകുമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല, സംശയവുമില്ല. ഇവിടെ അദ്ദേഹം സൂചിപ്പിച്ച ചില വിമർശനങ്ങളെ കുറിച്ചൊക്കെയാണ്. നമുക്കറിയാം, വിമർശനങ്ങൾ സ്വാഭാവികമാണ്. ഇത് നമ്മൾ ഉൾക്കൊള്ളാത്ത വിമർശനങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ആ വിമർശനങ്ങളെ നമ്മൾ താഴ്ന്നു പോകാതെ മുന്നോട്ട് പോകാനുള്ള കരുത്തായിരിക്കുകയാണെന്നുള്ളതാണ് തോന്നുന്നത്. നമുക്കറിയാം, വിമർശനങ്ങളിൽ ഏറ്റവും കൂടുതൽ നേരിടുന്നത് നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. അങ്ങനെ വിമർശനങ്ങളെല്ലാം വിമർശനങ്ങൾ തളർന്നു പോയാൽ നമുക്ക് കേരളത്തിലൊരു മുഖ്യമന്ത്രി ഉണ്ടാവില്ല. കാരണം കേരളത്തിൽ ഏറ്റവും കൂടുതൽ നേരിടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് വിമർശനങ്ങളെല്ലാം സ്വാഭാവികമാണ്. വിമർശനങ്ങൾ കഴിഞ്ഞു നമ്മുടെ പ്രവർത്തനമായിട്ട് നമ്മൾ നേരെ മുന്നോട്ട് പോകും. അപ്പോൾ വിമർശിക്കുന്ന ആൾക്കാർ വിമർശിക്കട്ടെ, നമ്മുടെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകാം എന്നുള്ള ഒരു ലക്ഷ്യത്തോട്
ഇന്നത്തെ ഒരു വലിയ അഭിമാനത്തോടു കൂടി തന്നെയാണ്. അതായത് ഞാൻ പാസിന്റെ ഇന്ന് പ്രസിഡന്റാണ്. ഈ പാസിന്റെ അഡ്വൈസർ ഇന്ന് ഞങ്ങളുടെ ഈ കുട്ടിച്ച സാറാണ്. ഈ കുട്ടിച്ച സാറാണ് ഞങ്ങളെ പാസിനെ പടുത്തുയർത്തുന്നത്. അപ്പൊ നമുക്ക് അഭിമാനത്തോടു കൂടി നിൽക്കാം. കാരണം ഞങ്ങളിന്ന് 45 അംഗങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈ കുട്ടിച്ച സാറിന്റെ പ്രവർത്തനങ്ങൾ എല്ലാവർക്കും തന്നെ അറിയാം. കഠിനാധ്വാനം ചെയ്തിട്ടാണ് ഈ കുട്ടികൾ ഇന്ന് ഈ ജോലിയിൽ പ്രവേശിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ PSFന്റെ സെക്രട്ടറി കൂടിയാണ് സാർ. അപ്പൊ ഈ നാടിന് വേണ്ടി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന നല്ലൊരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ഈ കുട്ടിച്ച സാർ. അപ്പൊ ഈ കുട്ടിച്ച സാറിന്റെ കഠിനാധ്വാനത്തിന്റെ ഫലമായി ജോലിയിൽ പ്രവേശിച്ച ഈ കുട്ടികൾക്കും അതുപോലെ കുട്ടിച്ച സാർക്കും PSFന്റെ അതുപോലെ തന്നെ പേരാട് ആർട്സ് ആൻഡ് സ്പോർട്സ് സൊസൈറ്റിയുടെ പേരിലുള്ള എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. അതുപോലെ സജീവ് സാർ കൂടിയാണ്. പേര് വിളിക്കുന്നത് മാതാപിതാക്കളോടൊപ്പം കയറി ആഗ്രഹിക്കുന്നു. വയനാട്ടിൽ നിന്നുള്ളതാണ് നമ്മളുടെ പേരൻസ് വന്നിട്ടുണ്ടെങ്കിൽ അഞ്ചൽ എസ് നായർ സമർപ്പിക്കുന്ന മാലിയിൽ നിന്നാണ്. അടുത്ത ജയകൃഷ്ണൻ NCPയുടെ അഭിജിത്തിന്റെ സഹോദരനാണ്. ചോളപ്രജനാണ്. കാസർഗോഡ് അഭിജിത്ത് ഒരു പ്രത്യേക പുരസ്കാരം കുറിച്ച സാറിന് പുരസ്കാരം നൽകുകയാണ്. താങ്ക് യു അച്യുതകുമാർ.
ഒരു കാര്യം ശ്രദ്ധിക്കുക, പുരസ്കാരം നൽകുകയാണ്. കുട്ടികളെല്ലാവരും ഈ പറയുന്ന കുട്ടികളെല്ലാവരും സ്റ്റേജിലേക്ക് വരിക. ഒന്നിച്ചാണ് ഈ പുരസ്കാരം നൽകുന്നത്. തങ്ങളെ ഇതുവരെ പരിശീലിപ്പിച്ചത് നാടിൻ്റെ അഭിമാന താരങ്ങളാണ്. തങ്ങളെ പ്രിയപ്പെട്ട ഗുരുനാഥാണ്, ശിഷ്യന്മാർ നൽകുന്ന ഒരു സ്നേഹോപകാരമാണ്. താങ്ക് യു സ്റ്റുഡൻസ്, താങ്ക് യു സാർ. 2025 മോർണിംഗ് റീഡേഴ്സ് അക്കാദമിയുടെ 3ാമത്തെ അനുമോദന യോഗമാണ് ഇന്നിവിടെ നടക്കുന്നത്. 2025 സ്റ്റാഫ് സെലക്ഷനും മാനേജ്മെന്റ് പോസ്റ്റുകളിലേക്ക് ഒരു അനുമോദനം സംഘടിപ്പിച്ചു. കഴിഞ്ഞ മാസം മറ്റൊരു 6 യൂണിറ്റുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു അനുമോദന യോഗം സംഘടിപ്പിച്ചു. ഇപ്പോൾ 3ാമത്തെ അനുമോദന യോഗമാണ് 2025 ഭാഗമായിട്ടുള്ളത്. ഇനിയും അനുമോദന യോഗങ്ങൾ ഈ വർഷം തന്നെ ഒരുപാടുണ്ടാവും. കാരണം വിജയികളുടെ എണ്ണം കൂടി വരികയാണ് എന്നതിൽ. അപ്പോൾ എന്നൊക്കെ എന്ന് പറയുന്നത് ഒരു ടാലൻറ്റിൽ മാത്രമല്ല, ജോലി ആഗ്രഹിക്കുന്ന ഒരുപാട് കുട്ടികൾക്കുള്ള ആശ്രയ സ്ഥാനങ്ങളാണ് പക്ഷേ പറഞ്ഞു നീക്കുന്നില്ല. വിദ്യാഭ്യാസത്തിലേക്ക് ഇറക്കുകയാണ്. ആദ്യമായിട്ട് ഈ ഒരു അനുമോദന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് സംസാരിച്ച മോർണിംഗ് ഫെഡറേഷൻ ഡയറക്ടർ MC കുട്ടൻ സാറിന് നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. കൂടാതെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച പേരാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ PT വേണുഗോപാൽ അവർക്ക് നന്ദി അർപ്പിക്കുന്നു. അനുഗ്രഹ പ്രഭാഷണം സംസാരിച്ച തോണ്ടി ഇടപാട് വികാരി ശ്രീ ഫാദർ മാത്യു തെക്കുമുള്ള